നാം വായിച്ച വചനം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങളാണ്. ഒരിക്കൽ കൂടി ആ വചനം വായിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്നവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നാം വായിച്ച വചനത്തിലേക്ക് വീണ്ടും ഹല്ലേലൂയ കടന്നു വരികയാണ്. കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാം. ആമേൻ, സ്തോത്രം. നാം പറഞ്ഞു വന്ന വിഷയം ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ആമേൻ, സ്തോത്രം, ശൗലായി ആമേൻ, സ്തോത്രം, ദൈവസഭയെ മുടിക്കുവാൻ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ആമേൻ, സ്തോത്രം, കർത്താവിനാൽ പിടിക്കപ്പെട്ട് താൻ ദൈവസഭയ്ക്ക് ആമേൻ വലിയ ഒരു അനുഗ്രഹമായി മാറിയ വിഷയമാണ് നാം പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ദൈവനാമത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്തോത്രം. ഇങ്ങനെ ദമസ്കോസിൽ വെച്ച് താൻ കണ്ട ദർശനത്താൽ ആമേൻ, സ്തോത്രം, തനിക്ക് നേരിടുന്നത് ആമേൻ വലിയ ഭയവും ആമേൻ നടുക്കവും ഇനി എന്താണ് ആമേൻ ഇതിന് പിന്നിലുള്ളതെന്നുള്ള വലിയ ആശങ്കയാണ്. ആമേൻ, സ്തോത്രം. കർത്താവ് ഒരുവനെ പിടിച്ചാലും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ ചില ദിവസം ആമേൻ താൻ ആരുമല്ല എന്നുള്ള ആമേൻ, സ്തോത്രം, ആ ഒരു ബോധ്യം, ഉത്തമ ബോധ്യം കർത്താവ് അവനെ മനസ്സിലാക്കി കൊടുക്കും. ഹല്ലേലൂയ. ഒരു ദർശനം കാണുമ്പോൾ ഇത്രയധികം ഭയം വേണോ, അല്ലെങ്കിൽ നടുക്കം വരുമോ, ആമേൻ ടെൻഷൻ വരുമോ എന്ന് ഹല്ലേലൂയ ചിലർക്കെങ്കിലും സംശയം തോന്നാം. ആമേൻ, സ്തോത്രം. എന്നാൽ സാധാരണ ഒരു ഇടപെടലല്ല പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവിനാൽ ഉണ്ടായത്. നമ്മയെല്ലാം ചില മുഖാന്തരങ്ങളുടെ ദൈവം വിളിച്ച് വേർതിരിച്ചെങ്കിലും ഹല്ലേലൂയ ശൗലായിരുന്ന ആമേൻ പൗലോസ് അപ്പോസ്തലനെ ദൈവം നേരിട്ട് ഹല്ലേലൂയ തന്റെ ആ ദൈവിക സാന്നിധ്യം പകർന്ന് ആമേൻ, സ്തോത്രം, ഉയർച്ചയിൽ ഇരിക്കുകയാണ്. ആമേൻ, തന്നെ ആമേൻ കവിഞ്ഞ് ഈ ലോകത്തിൽ ആരും ഇല്ല ആമേൻ, സ്തോത്രം, എന്നെ തകർത്ത് കളയുവാൻ, എന്നെ തടയുവാൻ ആമേൻ, സ്തോത്രം, ഈ ലോകത്തിൽ ആരും എന്നിലുള്ള ആമേൻ, സ്തോത്രം, ആ ഒരു യാഥാർത്ഥ്യത്തിൽ ഹല്ലേലൂയ ആമേൻ യാഥാർത്ഥ്യമാണെന്ന് ചിന്തിച്ച് അതിനെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ ഒരു വ്യക്തിയെ ഹല്ലേലൂയ ഒറ്റ നിമിഷം കൊണ്ട്, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഹല്ലേലൂയ ഒന്നുമില്ലാത്തവനാക്കി കർത്താവ് താഴെയിടുവാനിടയായി തീർന്നു. ആമേൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ കർത്താവില്ലാത്ത ആമേൻ, സ്തോത്രം, യാത്ര നാശത്തിലേക്കാണ്. കർത്താവിനാൽ ഹല്ലേലൂയ ഇല്ലാതെ ആമേൻ, സ്തോത്രം, ആ ദൈവിക ഇടപെടലില്ലാതെ നാം മുന്നോട്ട് പോയാൽ ഹല്ലേലൂയ നാം താഴ്ച മാത്രമേ പ്രാപിക്കത്തുള്ളൂ. എന്നാൽ കർത്താവ് പറഞ്ഞ ഹല്ലേലൂയ ആ വഴികളിലൂടെ നാം ഓടിയാൽ ഹല്ലേലൂയ നാം ചെല്ലുന്നത് ആമേൻ, സ്തോത്രം, ഉയരങ്ങളിലേക്ക്. നാം സ്റ്റെപ്പുകൾ വെച്ച് കയറുന്നത് ആമേൻ നമ്മുടെ മാന്യതയിലേക്ക്, നമ്മുടെ ഉയർച്ചകളിലേക്ക്. ഹല്ലേലൂയ. റോമൻ അധികാരമുദ്ര കയ്യിൽ പിടിച്ചവൻ ആമേൻ, സ്തോത്രം, എല്ലാ ഗുണഗണങ്ങളുമുള്ള ആമേൻ, സ്തോത്രം, റോമൻ പൗരത്വത്തിൽ ജനിച്ചവൻ ആമേൻ, സ്തോത്രം, ഇപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒന്നുമില്ലെന്നുള്ള ആമേൻ താൻ ആരുമെന്നുള്ള ആമേൻ, സ്തോത്രം, എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന, എല്ലാവരെയും ഭീതിപ്പെടുത്തിക്കൊണ്ടിരുന്നവൻ ഇപ്പോൾ ഒന്നുമില്ലാത്തവനായി താഴെ കിടക്കുകയാ. ഹല്ലേലൂയ. ഭീതിപ്പെട്ട്, ഭയപ്പെട്ട്, ആശങ്കപ്പെട്ട് ഹല്ലേലൂയ താഴെ കിടക്കുകയാ. എന്നിട്ട് താൻ വിളിച്ച് ഹല്ലേലൂയ ചോദിക്കുന്നത് ഹല്ലേലൂയ ആ കർത്താവേ ആരാണ്, ആമേൻ, സ്തോത്രം, ആരാകുന്നു കർത്താവേ എന്ന് ആമേൻ, സ്തോത്രം, അവൻ വിളിച്ചു ചോദിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നീ പോകുന്ന ദൗത്യത്തിന്റെ ആമേൻ, സ്തോത്രം, ഉടമയാണ് ഞാൻ. നീ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഉടമയാണ് ഞാൻ എന്ന് ആമേൻ, സ്തോത്രം, പൗലോസ് പറയുകയാ. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസിനോട് കർത്താവ് പറയുക. ആമേൻ, സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നാം ഉയർച്ചയിൽ ഇരിക്കണമെങ്കിൽ ആമേൻ, നമ്മോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം.
ആമേ സ്വതന്ത്രം നമ്മുടെ ജീവിതം ഒരു യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ ഹല്ലേലൂയ നാം യാത്ര ചെയ്യേണ്ടത് കർത്താവിന്റെ വഴികളിലായിരിക്കണം. ഇങ്ങനെ ദമസ്കോസിലുണ്ടായി അമേസോത്ര അവിടെ വെച്ച് അമേസോത്ര കണ്ട ദർശനത്തിന്റെ നടുക്കത്തിലും നിരാശയിലും ഹല്ലേലൂയ ഭയത്തിലും ആശങ്കയിലും ഇരിക്കുന്ന ശൗൽ എന്ന പൗലോസ് ആമേൻ പ്രാർത്ഥിക്കുകയാ. 3 ദിവസം കണ്ണ് കാണാതെ ഇരിക്കുകയാ. ഒന്നും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യാതെ താൻ പ്രാർത്ഥിക്കുകയാ. ആമേ ഒരു നിമിഷം തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ ഹല്ലേലൂയ അതിലൂടെ വന്ന ടെൻഷനും വെപ്രാളവും ഭയവും നിരാശയും എല്ലാം കൂടി ആയിരുന്നപ്പോഴും ഇതിനകത്ത് ഹല്ലേലൂയ എന്തോ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്നും താൻ ഇതുവരെ തന്റെ എക്സ്പീരിയൻസിൽ ഒന്നും കാണാൻ കഴിയാത്ത ഒരു അനുഭവമാണ് താൻ ഇന്ന് കണ്ടത് അനുഭവിച്ചതെന്ന് തന്നെ ചിന്തിപ്പിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ നാം ദർശനം കാണുന്നവരാ. എത്ര പേർ കണ്ട ദർശനത്തിൽ ഹല്ലേലൂയ ഒന്ന് സമർപ്പിക്കുന്നുണ്ട്, ആ ദർശനത്തെ ഒന്ന് പരിശോധിക്കുന്നുണ്ട്. ദർശനം കാണുന്നു, അത് വിട്ടുകളയുന്നു. കർത്താവ് വീണ്ടും നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നമ്മോട് കർത്താവ് വീണ്ടും ഇടപെടുകയാ. ആമേ കർത്താവ് വീണ്ടും നമ്മോട് ചേർന്ന് നിന്ന് നമുക്ക് ദർശനങ്ങൾ പകരുക. പക്ഷെ നാം അതിനൊന്നും നമ്മുടെ ശ്രദ്ധ കൊടുക്കാതെ ഹല്ലേലൂയ നാം വീണ്ടും നമ്മുടേതായ ഇഷ്ടത്തിന് പോകുക. പക്ഷേ തന്റെ ജീവിതത്തിൽ താൻ ഇതുവരെ കാണാത്ത അനുഭവിക്കാത്ത ഒരു സാഹചര്യം തന്റെ ജീവിതത്തിൽ വന്നപ്പോഴും ആമേൻ അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് താൻ മനസ്സിലാക്കി. ഹല്ലേലൂയ ദൈവനാമം മഹത്വമായി തീരട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി രാത്രിയിൽ വെളിപ്പെടട്ടെ. ഭയമാണെങ്കിലും നടുക്കമാണെങ്കിലും ഹല്ലേലൂയ നിരാശയാണെങ്കിലും കർത്താവിനോട് പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ കർത്താവിനോട് ആമേ സ്തോത്രം ഇത് എന്താണ്, ഇത് എങ്ങനെയാണെന്ന് താൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു കൊണ്ടിരിക്കുക. വെറും പ്രാർത്ഥനയല്ല, ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ ഈ പൗലോസ് അപ്പോസ്തലന്റെ ആമേ വിശ്വാസ യാത്രയുടെ തുടക്കം, തന്റെ പോർക്കളത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, തന്റെ ആത്മീയ ജീവിതം തുടങ്ങുന്നത് വലിയൊരു ദർശനത്തിൽ, വലിയ പ്രാർത്ഥനയിൽ, അവൻ സമർപ്പണത്തോടെ ഉപവാസത്തോടെ ഹല്ലേലൂയ ഏകാഗ്രതയോടെ ആമേ സ്തോത്രം ഹല്ലേലൂയ കണ്ട ദർശനത്തിൽ താൻ മുഴുകിയിരിക്കുക. അതുകൊണ്ടാണ് തനിക്ക് നേരിട്ട ഭയം വിട്ടുമാറാത്തത്, നടുക്കം വിട്ടുമാറാത്തത്, ആശങ്ക വിട്ടുമാറാത്തത്. ഹല്ലേലൂയ നാം കാണുന്നതിൽ നാം പ്രാപിക്കുന്നതിൽ നാം ഏകാഗ്രത ഉള്ളവരായിരിക്കണം. നാം അതിനെ മുറുകെ പിടിക്കുന്നവരാകണം. ഹല്ലേലൂയ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം പൗലോസ് അപ്പോസ്തലനോട് ഇടപെടാൻ പോകുക. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നാം ദർശനം പ്രാപിക്കണം. ദർശനമില്ലാത്തവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ, നമ്മുടെ ശുശ്രൂഷയുടെ അടുത്ത തലങ്ങൾ, നമ്മുടെ സകലത്തിന്റെയും അടുത്തത് എന്താണെന്ന്, അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് നാം ഹല്ലേലൂയ ഒരു ആമേ സ്തോത്രം രൂപരേഖ പ്രാപിക്കണം. സ്തോത്രം. നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, നമുക്ക് ചില പദ്ധതികൾ ഉണ്ടായിരിക്കണം. അതിന് നാം ദർശനം പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. ദർശനം പ്രാപിച്ചിട്ട് ഹല്ലേലൂയ അതിന് വില കൽപ്പിക്കാതെ നാം വിട്ട് കളയരുത്. അതിനെ നാം വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തിനകത്ത് കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിൽ അതിനെ വിവേചിച്ച് അതിനുവേണ്ടി നാം സ്റ്റെപ്പുകൾ വെക്കണം. സ്തോത്രം. ഇവിടെ ആരാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്, ദർശനം ചിന്തിച്ച് അതിൽ മുഴുകിയിരിക്കുന്നത്? തലേന്ന് വരെ ദൈവസഭയെ മുടിച്ചവൻ, ദൈവജനത്തെ കൊന്നൊടുക്കിയവൻ, ഈ മാർഗത്തെ അത്യന്തം ഉപദ്രവിച്ചവൻ,
ഹല്ലേലൂയ. ദർശനം ലഭിച്ചാൽ ഹല്ലേലൂയ ആളും മാറും. ദർശനം പ്രാപിച്ചാൽ ചിന്ത മാറും. ദർശനം പ്രാപിച്ചാൽ സംസാരം മാറും, ജീവിതം മാറും, സാഹചര്യം മാറും, സകലതും മാറി മറിയും. ഹല്ലേലൂയ. ഇതാണ് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ശൗൽ പൗലോസ് രണ്ടും 2 അധ്യായങ്ങളാ ഹല്ലേലൂയ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് മാറി മറിയുവാനിടയായി തീർന്നു. ശൗൽ എന്ന അധ്യായം ഹല്ലേലൂയ മാറിപ്പോയി. പൗലോസ് എന്ന പുതിയ അധ്യായം ദൈവത്താൽ തുറന്നു വെച്ചിരിക്കുകയാ. സ്തോത്രം. അതിനുവേണ്ടി പൗലോസ് അപ്പോസ്തലൻ തന്നെ താൻ സമർപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ആമേൻ, സ്തോത്രം, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല, ഇതൊന്നും എന്റെ പ്രവൃത്തിക്ക് തടസ്സമല്ലെന്ന് പറഞ്ഞ് അതിനെ ഡൈവേർട്ട് അടിച്ചു പോകാതെ ഹല്ലേലൂയ ആ ദർശനം ലഭിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശൗലിന്റെ മേൽ ഇറങ്ങി. ഹല്ലേലൂയ. ആ ദൈവിക സാന്നിധ്യം, ആ സ്വർഗീയ സാന്നിധ്യം ശൗലിന്റെ മേൽ ഹല്ലേലൂയ വെളിപ്പെടുവാനിടയായി തീർന്നു. ആമേൻ, സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ള ദൈവമക്കളെ, നാം ദർശനം പ്രാപിക്കണം. നാം ദർശനത്തിൽ മുന്നേറണം. ദർശനമുള്ള, കാഴ്ചപ്പാടുള്ള, പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയെ തടയുവാൻ ഈ ലോകത്തിൽ ഇന്ന് വരെ ഒരു ശക്തിയും എഴുന്നേറ്റിട്ടില്ല, ഇനി എഴുന്നേൽക്കാനുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ പ്രാർത്ഥന, ആദ്യത്തെ ഉപവാസം, ആദ്യത്തെ സ്വർഗീയ ദർശനം. ഹല്ലേലൂയ. വീണ്ടും അങ്ങോട്ട് നാം മുന്നോട്ട് നോക്കുകയാണെങ്കിൽ, പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ, വെളിപ്പാടിന്റെ കലവറ, ദർശനങ്ങളുടെ ആധിക്യം, സ്തോത്രം, എന്ന് പറയേണ്ട താൻ ഭൂമിയിലല്ലായിരുന്നു, അക്ഷരികമായി ഭൂമിയിലാണെങ്കിലും 2 കൊരിന്ത്യർ പറയുന്നത് പോലെ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഹല്ലേലൂയ. മറ്റുള്ളവർ നോക്കുമ്പോൾ ജഡത്തിലാ സഞ്ചരിക്കുന്നത്, പക്ഷേ താൻ വേറൊരു ലോകത്തായിരുന്നു. നമുക്കെല്ലാവർക്കും ഹല്ലേലൂയ അൺസീൻ ആയിരിക്കുന്ന, അദൃശ്യമായിരിക്കുന്ന ആത്മീയ ലോകത്തിൽ നടന്ന വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ഇന്നും ദൈവകൃപയിൽ ഹല്ലേലൂയ കണ്ടുകൊണ്ട് ആത്മീയ ലോകത്തെ കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്ന ദൈവഭക്തർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നാം ദൃശ്യമായി കാണുന്നതിനെ വിശ്വസിക്കുന്നവരാ, ദൃശ്യമായി കണ്ടാൽ അതിനെ സ്വീകരിക്കുവാൻ താല്പര്യപ്പെടുന്നവരാ, ദൃശ്യത്തിലൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നവരാ, അദൃശ്യ മേഖലകളിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ ചിന്തിച്ച് അതിലൂടെ നടക്കുവാൻ ഹല്ലേലൂയ നാം വളർച്ച പ്രാപിച്ചിട്ടില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ നാം അതിലേക്ക് സ്റ്റെപ്പുകൾ വെക്കണം. നാം അതിലേക്ക് എഴുന്നേൽപ്പാനിടയായി തീരണം. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലന് മനസ്സിലായി, ശൗലായിരുന്ന പൗലോസിന് മനസ്സിലായി, ഇത് വലിയ എന്തോ തുടക്കമാണ്. എന്നിൽ എന്തോ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്കെന്തോ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ നിമിഷം ചിന്തിച്ചത് പോലെയല്ല ഇപ്പൊ ചിന്തിക്കുന്നത്. ഇരുന്നത് പോലെ ഇരിക്കുന്നത്. കഴിഞ്ഞ നിമിഷം വരെ താൻ ഓടിക്കൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മാർഗത്തെ നശിപ്പിക്കാൻ വേണ്ടി. എന്നാൽ കർത്താവ് അങ്ങനെ ഓടിയവനെ ഒറ്റ നിമിഷം കണ്ണ് കാണാത്തവനാക്കി, ഒന്നുമല്ലാത്തവനാക്കി, താൻ ഒന്നുമല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുത്ത് ഒരിടത്ത് ഇരുത്തി. സ്തോത്രം. ഹല്ലേലൂയ. ആ 3 ദിവസം പിറുപിറുക്കാതെ ലഭിച്ച ദർശനത്തെ കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി ജാഗരിച്ചിരുന്നത് കൊണ്ട് പിന്നീട് പൗലോസ് അപ്പോസ്തലന് എവിടെയും ഹല്ലേലൂയ മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടില്ല. തന്റെ നിര്യാണകാലം വരെ താൻ ഓടുകയായിരുന്നു, താൻ അധ്വാനിക്കുകയായിരുന്നു, താൻ പോരാടുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ചില ദിവസങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ, പ്രാർത്ഥനയോടെ ഒന്നിരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ തലങ്ങൾ മാറും. ഇന്ന് വരെ കണ്ടതെല്ലാം മാറി ഒരു പുത്തൻ മേഖലയിലേക്ക്, അടുത്ത തലത്തിലേക്ക് കർത്താവ് നിങ്ങളെ സ്റ്റെപ്പുകൾ വെക്കോ. ഒരു ശൗലിനെ പൗലോസാക്കുവാൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞ അധ്യായത്തെ മാറ്റിവെച്ച് പുതിയൊരു അധ്യായം കൊടുക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ അത് പ്രാപിക്കുവാൻ ആവശ്യമായ പ്രാഗൽഭ്യത്തെയും ഹല്ലേലൂയ ആ ദൈവിക വിശുദ്ധിയെയും പൗലോസിൽ വെളിപ്പെട്ടെങ്കിൽ
നമുക്കും നൽകി തരുവാൻ ഈ ദൈവം സർവശക്തനായ ദൈവമാ. നാം ആ കാഴ്ചപ്പാടിലേക്ക് ഹല്ലേലൂയ, ആ ദൈവിക ദർശനത്തിലേക്ക് നാം സ്റ്റെപ്പുകൾ വെക്കാത്തത് കൊണ്ടാ നമ്മുടെ ഹൃദയ വിചാരങ്ങളെല്ലാം ഈ ഭൂമിയിൽ തന്നെ കിടക്കുന്നതാ. ആരും ഇതിന്റെ അടുത്ത തലത്തിലേക്ക് ചിന്തിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഒന്ന് പോയാൽ മതി, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ വിടുതൽ കിട്ടിയാൽ മതി, ഒരു 2 പാട്ടൊക്കെ പാടി ആരാധിച്ച് ഇങ്ങനെ പോയാൽ മതി. അതുകൊണ്ട് ആ മതിയെന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ കെട്ടിനകത്ത് കിടക്കുകയാ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയുകയാ, ഇത്ര മതിയെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ കെട്ടിനെ ഒന്ന് പൊട്ടിക്കാമോ? ഹല്ലേലൂയ. ഇതുവരെ കാണാത്ത ചിലർ നിങ്ങൾ കാണും. ഇതൊരു അനുഭവിക്കാത്ത ദൈവിക സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ആഗ്രഹിച്ചതുപോലെ നാം പ്രാപിക്കാത്തത് കൊണ്ടാ, അനുഭവിക്കേണ്ടതുപോലെ അനുഭവിക്കാത്തത് കൊണ്ടാ നാം ഇത്ര മതിയെന്ന് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥമായി പ്രിയ ദൈവമക്കളെ, യഥാർത്ഥമായ ദൈവിക സാന്നിധ്യം ഒന്ന് അനുഭവിച്ചാൽ ഹല്ലേലൂയ നാം ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല. യഥാർത്ഥമായി കർത്താവിന്റെ ദർശനം നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നാം സ്വീകരിച്ചാൽ, അത് നമ്മിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ നാം ഇങ്ങനെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ നമുക്ക് ഇരിക്കുവാൻ കഴിയത്തില്ല. നാം ഓടും. നാം എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനകത്തുകൂടെ കർത്താവിന്റെ പ്രവൃത്തി ചെയ്യുവാൻ നാം എഴുന്നേൽക്കും. ഇന്ന് നാം ഇങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നാം ഇങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ നാം പ്രാപിക്കേണ്ടത് പ്രാപിക്കാത്തത് കൊണ്ടാ, നാം അനുഭവിക്കേണ്ടത് അനുഭവിക്കാത്തത് കൊണ്ടാ. നാം അനുഭവിച്ചത് പനി മാറിയതാ, ചുമ മാറിയതാ, മറ്റുള്ളവരുടെ വിടുതൽ കണ്ടതാ. അതിനപ്പുറത്തേക്കുള്ള അനുഭവം നമുക്കില്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് യാതൊന്നും പ്രാപിച്ചിട്ടില്ല. എന്നാൽ രാത്രിയിൽ പ്രാപിക്കുന്ന രാത്രിയായി തീരട്ടെ. ഇന്ന് വരെ പ്രാപിക്കാത്തത്, മോശ പ്രാർത്ഥിച്ചതുപോലെ സാന്നിധ്യമൊന്നും എനിക്ക് വേണ്ട, തിരു സാന്നിധ്യം നൽകണം, അത് എന്നോട് കൂടെ പോരണം, അല്ലെങ്കിൽ എന്നെ അയക്കരുത്. സ്തോത്രം. അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിശ്ചയമായി അയച്ചു തരും. ഹല്ലേലൂയ. ദൈവം ഒന്നും പിടിച്ചു വെക്കുന്ന ദൈവമല്ല, നമുക്ക് വേണ്ടി സകലതും നൽകി തന്നിരിക്കുക, നമ്മെ സമ്പന്നരാക്കുവാൻ, നമ്മെ ആത്മീയമായി ഉയർത്തുവാൻ. ദരിദ്രനായി പിറന്ന ദൈവമാ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സകല മഹിമകളും മഹത്വങ്ങളും സകലതും ഉപേക്ഷിച്ച് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാതിരിക്കുമോ? നമ്മുടെ മേലുള്ള വിളിയെ കർത്താവ് പൂർത്തീകരിക്കാതിരിക്കുമോ? നാം അത് സ്വീകരിക്കാത്തത് കൊണ്ടാ, നാം അതിലേക്ക് നമ്മുടെ ഉൾത്തടങ്ങളെ എഴുന്നേൽപ്പിക്കാത്തത് കൊണ്ടാ നമ്മുടെ ഉള്ളറകളിൽ കിടക്കുന്നത് നമ്മുടെ ആത്മീയ വിഷയങ്ങളെ അല്ല. നമുക്ക് ഭൗതികത്തിൽ ഒരു വിടുതൽ ലഭിച്ചെങ്കിൽ മാത്രമേ നാം ആത്മീയ ലോകത്തെ കുറിച്ച് ചിന്തിക്കത്തു പോലുള്ളൂ. എന്നാൽ ഇന്ന് രാത്രിയിൽ ആത്മീയത്തിൽ നിന്നൊന്ന് തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ. നാം ക്രിസ്തു നിമിത്തം ദൈവ വിഷയത്തിൽ ഒന്ന് സമ്പന്നരായി തീർന്നാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളെ കർത്താവ് മാറ്റും. നമ്മുടെ ദാരിദ്ര്യ മേഖലകളെ കർത്താവ് മാറ്റുവാനിടയായി തീരും. ഹല്ലേലൂയ. നാം ദൈവ വിഷയമായി സമ്പന്നരാകണം. ഹല്ലേലൂയ. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനം കർത്താവ് അതിനുവേണ്ടി നമ്മെ ഒരുക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റാം പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. തലമുറയ്ക്ക് വിടുതൽ വേണം. നമുക്ക് സ്വന്തമായിട്ട് ഭവനം വേണം. ഈ കടഭാരങ്ങളൊക്കെ മാറണം, രോഗങ്ങളൊക്കെ മാറണം. അതൊക്കെ സത്യം തന്നെയാ. ഹല്ലേലൂയ. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള വലിയ നന്മകൾ നമ്മെ കാത്തിരിപ്പുണ്ട്. എന്തുകൊണ്ട് നാം അതിലേക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ടുപോകുന്നില്ല? ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ മതിയെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ കെട്ട് പൊട്ടാൻ പോവുക. ശത്രു കെട്ടിവെച്ചിരിക്കുന്ന ഇതിനപ്പുറത്തേക്ക് ഇവൾ കടക്കരുതെന്ന് പറഞ്ഞ് മുദ്ര വെച്ചിരിക്കുന്ന ചില മുദ്രകളെ കർത്താവ് പൊട്ടിക്കാൻ പോവുക. അമാനുഷികമായത്, ഞാൻ ഇത്രയേ പ്രാർത്ഥിക്കുള്ളൂ, ഞാൻ ഇങ്ങനെയേ മുന്നോട്ട് പോകത്തുള്ളൂ, ഇതിലപ്പുറത്തേക്ക് എന്നെ ആരും ഉപദേശിക്കരുത്, എന്നെ ആരും നിർബന്ധിക്കരുതെന്ന് പറഞ്ഞ് ഇരിക്കാതെ, ഹല്ലേലൂയ, ഇതിനപ്പുറത്തേക്കുള്ള വലിയത്, സ്തോത്രം, ആമേൻ, നീ എന്നെ വിളിച്ചപേക്ഷിക്ക,
സ്തോത്രം, ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത മഹത്വമായത്, അഗോചരമായത് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്നാണ് യിരെമ്യാവിനോട് കർത്താവ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇതൊന്നും ഒരു നന്മകളുമല്ല, ഇതിനപ്പുറത്ത് നാം ചിലത് പ്രാപിക്കേണ്ടതുണ്ട്. ഇതിലേക്ക് നാം കണ്ണുകൾ ഉയർത്തണം. നമ്മുടെ കണ്ണ് ഈ ഭൂമിയിൽ താണിരിക്കുകയാ. ഈ ചിന്തകൾ ഭൂമിയിൽ കിടക്കുകയാ. ആ മതിലൊന്ന് പൊട്ടിമാറട്ടെ, അതിന്റെ അപ്പുറത്തേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ തുടങ്ങിയതുപോലെ നാം ദർശനത്തിൽ തുടങ്ങണം, പ്രാർത്ഥനയിൽ തുടങ്ങണം. നാം ചിലത് ഒരുക്കി വെച്ചിട്ട് നമ്മുടേതായ ബുദ്ധിയിൽ മാനുഷിക ചിന്തകളിൽ ചിലതിൽ ഒരുക്കി വെച്ച് ഇതിനകത്ത് കർത്താവെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ സമയം കഴിഞ്ഞു പോകും. എന്നാൽ കർത്താവെ, അങ്ങയുടെ ഹിതം എന്താണ്, ഞാൻ ഏത് വഴിയിൽ പോകണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് മുന്നമേ വെളിപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ തുടക്കം ആത്മീയമായി തുടങ്ങട്ടെ. നമ്മുടെ ഓരോ ദിവസവും തുടങ്ങുന്നത് ആത്മീയത്തിൽ നിന്നായിരിക്കട്ടെ. ഹല്ലേലൂയ. നാം ആത്മീയത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത് നമ്മുടെ ഭൗതിക വിഷയത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ വരുന്നതാ. അതിന് ആ ഭൗതിക വിഷയത്തിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ, അതിന് വിടുതൽ താമസിക്കുമ്പോൾ നാം ഓട്ടോമാറ്റിക്കായി ചിന്തിക്കും, എന്റെ പ്രാർത്ഥനയിൽ എവിടെയും കുറവുണ്ടോ, ആരാധനയിൽ കുറവുണ്ടോ, വചനധ്യാനത്തിൽ കുറവുണ്ടോ, എന്റെ വിശുദ്ധ ജീവിതത്തിൽ എവിടെയും കുറവുണ്ടോ. അപ്പോഴാണ് നാം ചിന്തിക്കുന്നത്. നാം അങ്ങനെ ആകരുത്. നമ്മുടെ ജീവിതം തുടങ്ങുന്നത് ആത്മീയത്തിൽ നിന്നാണെങ്കിൽ നമ്മുടെ ഭൗതിക മേഖല ശൂന്യമാകത്തില്ല. പ്രിയമുള്ളവർ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയാ, ഇനി ഒരിക്കലും നിങ്ങളുടെ ഭൗതിക മേഖല ശൂന്യമാകത്തില്ല. അതിനെ നിറയ്ക്കുവാൻ ഹാലിലെ സർവശക്തനായ ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് സ്തോത്രം, പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ജീവിതത്തിലെ ചില സവിശേഷതകൾ, ചില ഗുണങ്ങൾ, ദൈവത്താൽ ലഭിക്കുന്ന ചില സവിശേഷതകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് ഉത്തമ ഉദാഹരണം നമ്മുടെ അരുമനാഥനായ കർത്താവാണ്. താൻ എന്ത് പ്രവൃത്തിക്ക് പോകുമ്പോഴും, ഹല്ലേലൂയ, നാം ഒരു പ്രവൃത്തിക്ക് പോകുമ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് 5 മിനിറ്റ് കിട്ടിയാൽ സ്തോത്രം, കിട്ടിയാൽ പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കത്തില്ല. എന്നാൽ കർത്താവിനെ ഒന്ന് നോക്കിക്കേ, ഓരോ പ്രവൃത്തിക്കും മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥന, മണിക്കൂറുകൾ പിതാവിനോടൊത്തുള്ള കൂട്ടായ്മ. അതുകൊണ്ട് കർത്താവ് ചെന്നിടത്തെല്ലാം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനായി മാറി, അടയാളങ്ങൾ ചെയ്യുന്നവനായി മാറി, വീരപ്രവൃത്തികൾ ചെയ്യുന്നവനായി മാറി. ഹല്ലേലൂയ. ശബന രഹസ്യക്കാലവ. ഇന്ന് നാം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ പോലും ഒരു ഇല പോലും അനങ്ങാത്തതിന്റെ വിഷയം നമ്മുടെ ക്രമീകരണത്തിലുള്ള കുഴപ്പമാ. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു വിഷയത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുമ്പോൾ ഒന്ന് ക്രമീകരിക്കുവാൻ കഴിയുമോ? ക്രമീകരിച്ചാൽ അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം വെളിപ്പെടും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്കൊന്നും സമയമില്ല, എന്നാൽ നാം ഒന്നും ചെയ്യുന്നതുമില്ല. സ്തോത്രം, നമ്മുടെ ഓരോ ദിവസവും വെറുതെ മുന്നോട്ട് പോകുക. നാം എന്ത് ചെയ്യുന്നു? സ്തോത്രം, ഹല്ലേലൂയ. ശത്രു അവന്റെ രാജ്യം പടുത്തുയർത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അത് നശിക്കും എന്ന് അവൻ അറിയാം, എനിക്ക് നിലനിൽപ്പില്ലെന്ന് അറിയാം, എങ്കിൽ അവൻ പ്രവർത്തിക്കുക. എന്നാൽ നമുക്ക് ദൈവം ഒരുക്കുന്ന ആ രാജ്യം നിത്യമാണ്, അത് നിലനിൽക്കുന്നതാ, അത് തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയവരാ. പക്ഷേ നാം അടങ്ങിയിരിക്കുക, നാം മിണ്ടാതിരിക്കുക, നാം ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഹല്ലേലൂയ കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കും. നാം മൗനമായിരുന്നാൽ കർത്താവ് മറ്റുള്ളവരിലേക്ക് ഈ പ്രവർത്തികൾ കൈമാറുവാനിടയായിത്തീരും. നാം ലജ്ജിച്ച് തല താഴ്ത്തും. അതുകൊണ്ട് പൗലോസ് മനസ്സിലാക്കി, തന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ദർശനം വന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അത് മനസ്സിലാക്കി താൻ പ്രാർത്ഥിച്ചു, താൻ ഉപവസിച്ചു, ആ ഇരുന്നിടത്ത് നിന്ന് താൻ അനങ്ങാതിരുന്നു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. വലിയ തുടക്കം, അനുഗ്രഹീതമായ തുടക്കം. സ്തോത്രം,
പ്രാർത്ഥന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ മാറ്റിവെക്കുവാൻ കഴിയാത്തതാ. നാം ഒരു നിമിഷം ഭക്ഷണം മാറ്റിവെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ പ്രാർത്ഥന മാറ്റിവെച്ചാൽ ആമേ സ്തോത്രം നാം ക്ഷീണിച്ചു പോകും, നാം അടുത്തു പോകും. ഹല്ലേലൂയ. പ്രാർത്ഥന നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമുക്ക് ഊർജം തരുന്ന നമ്മുടെ അകത്തെ മനുഷ്യന്റെ ആഹാരമാ. അകത്തെ മനുഷ്യൻ ഹല്ലേലൂയ ബലപ്പെട്ടില്ലെങ്കിൽ അത് പുറത്തെ മനുഷ്യനെ കീഴ്പ്പെടുത്തും, അവനെ ലോകത്തിൽ കീഴ്പ്പെടുത്തുവാനിടയായിത്തീരും. എന്നാൽ പുറമെയുള്ള മനുഷ്യൻ നാൾ തോറും ഹല്ലേലൂയ സ്തോത്രം ക്ഷീണിച്ചു പോയാലും അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുകയാ, നാൾക്കുനാൾ ശക്തി പ്രാപിക്കുകയാ. സ്തോത്രം. പുറമെയുള്ള മനുഷ്യനെ എല്ലാം നാം സ്നേഹിക്കുന്നവനാ. ഈ ശരീരത്തെ നാം എന്തുമാത്രം സ്നേഹിക്കുന്നു, എത്രയെത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഈ പുറമെയുള്ളവനെ നാം സന്തോഷിപ്പിക്കുന്നത്. സ്തോത്രം. എങ്ങനെയൊക്കെ സ്നേഹിച്ചാലും നമുക്ക് മതിയാകത്തില്ല, എങ്ങനെയൊക്കെ ഒരുങ്ങിയാലും നമുക്ക് തൃപ്തിയാവത്തില്ല, ഏതൊക്കെ ഭക്ഷണം കഴിച്ചാലും മതിയാകത്തില്ല. എന്നാൽ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, അവൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അവന്റെ ആരോഗ്യം എങ്ങനെ ഇരിക്കുന്നു, എപ്രകാരം ഇരിക്കുന്നു എന്നെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അകത്തൊരു മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. ആ മനുഷ്യനെ നാം പോഷിപ്പിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ അവനാണ് നമ്മെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത്. അല്ലെ, ഈ ജഡമനുഷ്യൻ നമ്മെ ചതിച്ചു കളയും, ഈ ജഡമനുഷ്യൻ നമ്മെ നശിപ്പിച്ചു കളയും, ചിലതെല്ലാം കാണിച്ച് നമ്മെ അവൻ കുരുക്കിലാക്കും. എന്നാൽ ഈ പുറമെയുള്ളവരെ നിങ്ങൾ വിശ്വസിക്കരുത്. ഹല്ലേലൂയ. അവനെ സന്തോഷിപ്പിച്ച് അവൻ ഒരു നിമിഷം നമ്മെ തിരിഞ്ഞുകൊത്തും. ഹല്ലേലൂയ. നമ്മെ ഒതുക്കി വെക്കുവാനിടയായിത്തീരും. എന്നാൽ അകമയുള്ളവനെ സന്തോഷിപ്പിച്ചാൽ, അവനെ പോഷിപ്പിച്ചാൽ അവൻ നമ്മെ ബലപ്പെടുത്തും, അവൻ നമ്മെ ശക്തിപ്പെടുത്തുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നാളോളം നമ്മെ ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ കർത്താവ് നമ്മെ എത്തിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവത്താൽ ചില സവിശേഷതകൾ വെളിപ്പെടാറുണ്ട്, ചില അനുഗ്രഹങ്ങൾ വെളിപ്പെടാറുണ്ട്. 5 കൂട്ടം അനുഗ്രഹങ്ങൾ ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാം. ഹല്ലേലൂയ. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കിലേക്ക് ചിലരെ ദൈവം അയക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നാം പ്രാർത്ഥിക്കുന്നവരാ. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷെ നാം മറ്റുള്ളവരെ അന്വേഷിച്ച് ഒരു വിടുതലിന് വേണ്ടി നാം നെട്ടോട്ടം ഓടുക. ഏത് ദൈവദാസനെ വിളിച്ചാൽ, ഏത് ദൈവദാസിയെ വിളിച്ചാൽ, ഏത് പ്രാർത്ഥനക്കാരിയെ വിളിച്ചാൽ എനിക്കൊരു വിടുതൽ കിട്ടും, ഒരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് നാം മറ്റുള്ളവരെ അന്വേഷിച്ചു പോകുകയാണ്. എന്നാൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു യഥാർത്ഥ ദൈവ ഭക്തന്റെ അടുക്കിലേക്ക് കർത്താവ് ചിലരെ അയക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് പൗലോസ് അപ്പോസ്തലൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഈ പൗലോസ് അപ്പോസ്തലൻ ദർശനം പ്രാപിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അനന്യാസിനെ പൗലോസിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് പറഞ്ഞയക്കുകയാ. ഹല്ലേലൂയ. ഇപ്പൊ പൗലോസ് ഇരിക്കുന്ന ആ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, അടുത്തത് എന്താണ്, നാളെ എങ്ങനെയാണ്, എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, എവിടെ തുടങ്ങണം, ഹല്ലേലൂയ ഒന്നും അറിയാതെ പകച്ചു നിൽക്കുകയാ, ശൂന്യതയിൽ നിൽക്കുകയാ. സ്തോത്രം. ഒരിക്കൽ കൂടി അതിനകത്ത് എടുത്തു പറയട്ടെ, ദർശനം പ്രാപിച്ചവന് പ്രാർത്ഥിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഓരോ ദർശനവും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുമ്പോൾ ഒരു കാര്യം നാം ഓർമ്മയിൽ വെക്കണം, ഇതെന്റെ വിജയത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാ. എങ്ങനെ വിജയം പ്രാപിക്കാം എന്നുള്ള നല്ല പ്ലാനുകളാ കർത്താവ് നമുക്ക് പകർന്നു തരുന്നത്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദർശനങ്ങൾ പ്രാപിക്കാതിരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ അതിന് തടസ്സമായതെല്ലാം ഒന്ന് മാറ്റിവെച്ച് ദർശനം പ്രാപിക്കണം. ദർശനമില്ലാതെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. ശത്രു ഓരോ നിമിഷവും ഓരോ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ച്, നീ ഇതിലൂടെ പോ എന്നാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് വേണ്ടി അയച്ചു തന്നത് സകല സത്യത്തിലും വഴി നടത്തുവാനാ. പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരുത്തുവാനാ. ആ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഓരോ ദർശനങ്ങളും നമ്മുടെ വിജയത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാ.
ഹല്ലേലൂയ. നല്ല നല്ല പ്ലാനുകളാ. ആ പ്ലാൻ അനുസരിച്ചൊന്ന് മുന്നേറി നോക്കിക്കേ. ഇന്നലെ വരെ കാണാത്ത വിജയം നീ കാണും. ഇന്നലെ വരെ അനുഭവിക്കാത്ത നന്മ നിങ്ങൾ അനുഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ആമേൻ. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ, ഹല്ലേലൂയ, കണ്ടോ പ്രിയ ദൈവമക്കളെ, കർത്താവ് ദർശനത്തിലൂടെ സംസാരിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. ഒരു ദർശനം പ്രാപിച്ചൊരുവൻ അവിടെ ഇരിക്കുകയാ. ഉടനെ തന്നെ അവനെ ബലപ്പെടുത്തുവാൻ വേണ്ടി മറ്റൊരു ഭക്തന് ദൈവം ദർശനം കൊടുക്കുകയാ. ഹല്ലേലൂയ. നമുക്ക് തരുന്ന ഓരോ ദർശനങ്ങളും ഹല്ലേലൂയ കണക്റ്റ് ആയിട്ടുള്ളതാ. ഹല്ലേലൂയ. ഒരുവന്റെ ദർശനം അവന് വേണ്ടി മാത്രമുള്ളതല്ല. ഹല്ലേലൂയ. അത് മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയാ. എന്നാൽ ദർശനത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടായാൽ നാം ശത്രുവിനെ ജയിപ്പാനിടയായിത്തീരും. നമ്മുടെ ദൗത്യം നാം വിജയകരമായി പൂർത്തീകരിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ. ആമേ. കർത്താവ് പറയുക, അനന്യാസിനെ വിളിച്ചു. കർത്താവ് അടിയനിതാ എന്ന് അവൻ വിളിയും കേട്ടു. കർത്താവ് അവനോട് വീണ്ടും പറയുന്നു, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. സ്തോത്രം. കണ്ടോ, ദൈവഭക്തന്മാരോട് കർത്താവ് എത്ര കൃത്യമായിട്ടാണ് ഇടപെടുന്നത്. എവിടേക്ക് പോകണം, സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. അവൻ ആരെ കാണണം അതും പറഞ്ഞു കൊടുക്കുന്നു. ഏത് വഴിയിലൂടെ പോകണം അതും പറഞ്ഞു കൊടുക്കുന്നു. ചെയ്യേണ്ടത് എന്താണ് അതും കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ഒരു യഥാർത്ഥ ദൈവ ഭക്തൻ. ഹല്ലേലൂയ. ഇപ്പോ നാം എല്ലാം ഓരോന്നും ചെയ്യുന്നത് അത് നമ്മുടേതായ ഇഷ്ടത്തിനാ. എന്നാൽ യഥാർത്ഥ ദൈവഭക്തന്മാർ ചെയ്യുന്നത് കർത്താവിന്റെ ദർശനത്തിന് അനുസരിച്ച ആ ദർശനത്തിന് ഉതങ്ങുന്ന രീതിയിലാണ് ഹല്ലേലൂയ ഓരോ ദൈവഭക്തന്മാരും നടക്കേണ്ടത്. ഇവിടെ ശൗലിന്റെ അടുക്കിലേക്ക് അനന്യാസിനെ കർത്താവ് പറഞ്ഞയച്ചു. ചെയ്യേണ്ട കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ പൗലോസിന്റെ സാഹചര്യം ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, എങ്ങോട്ട് പോകണമെന്നറിയുന്നില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ അപ്രകാരം ചില സാഹചര്യത്തിൽ അകപ്പെട്ടിരിക്കുക. ആമി എങ്ങനെ മുന്നോട്ട് പോകണം, അടുത്തത് എന്തായിത്തീരും, അടുത്ത നിമിഷം എന്തായിത്തീരും, മൊത്തത്തിൽ കൺഫ്യൂഷൻ, മൊത്തത്തിൽ ആശങ്ക, മൊത്തത്തിൽ ടെൻഷൻ. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുന്നു, നീ ഒന്ന് പ്രാർത്ഥിക്കുക, നിന്റെ മുഴങ്കാലൊന്ന് മടക്കാമോ? നിന്റെ അടുക്കൽ ചില അനന്യാസ് കടന്നു വരാൻ പോകുക. ഹല്ലേലൂയ. നിന്റെ വിഷയത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് അനന്യാസിനെ അയക്കും. ഹല്ലേലൂയ. അവൻ നിന്നെ ബലപ്പെടുത്തും. ഇന്ന് നീ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ അവൻ നിന്നോട് സംസാരിക്കും. ഇന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ചില വ്യക്തികളോട് ശക്തമായി കർത്താവ് പറയുക, നിന്നെ ബലപ്പെടുത്തുവാൻ ചിലർ കടന്നു വരുന്നുണ്ട്. ചില ദൈവഭക്തന്മാരെ ഞാൻ അയക്കുന്നുണ്ട്. അത് അയക്കണമെങ്കിൽ ഹല്ലേലൂയ അവരാൽ ബലം പ്രാപിക്കണമെങ്കിൽ നാം എവിടെ ഇരിക്കണം? നാം പ്രാർത്ഥനയിൽ ഇരിക്കണം, നാം വചനത്തിലിരിക്കണം, നാം ഉപവാസത്തിലിരിക്കണം. എപ്പോഴും വചനത്തിൽ ഉപവാസത്തിൽ ഇരിക്കണം എന്നുള്ളതല്ല, നമ്മുടെ ജീവിതം അതിനകത്തായിത്തീരണം. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലന് ശൗൽ ആയിരിക്കുന്ന ഈ അവസരത്തിൽ 9-ാം അധ്യായത്തിൽ ശൗൽ ആയിരിക്കുന്ന ആ വ്യക്തിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നും പറയുവാനില്ല. ദർശനം കണ്ടപ്പോൾ തന്നെ ഹല്ലേലൂയ അത് തന്നിൽ ഉണ്ടാക്കിയ ചേഞ്ചിങ്ങിനനുസരിച്ച് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവർ, ഇന്ന് പ്രാപിക്കുന്ന ദൈവിക സാന്നിധ്യത്തെ സംശയിക്കാതെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവം നമ്മെ ആളും മാറിയവരെ പോലെ ആക്കി തീർപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. സംശയിച്ചത് കൊണ്ടാ നാം പ്രാപിച്ച അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നത്. ഇവിടെ ശൗലിനെ ഒന്ന് നോക്കിക്കേ. ദർശനത്തിൽ ഹല്ലേലൂയ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു, പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു, ഉപവസിക്കുവാൻ സമർപ്പിച്ചു. ഹല്ലേലൂയ. ഇതിനകത്ത് നിന്ന് എനിക്ക് പുറത്തു വരണം. ഇത് എന്ത് തന്നെ ആയാലും
അതെനിക്ക് അറിയണമെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ഇരിപ്പാനായി കാലില് തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ, സ്തോത്രം. ഇവിടെ അനന്യാസിനെ കുറിച്ച് ഹല്ലേലൂയ ശൗലിന്റെ അടുക്കിലേക്ക് അയക്കുന്നത് അനന്യാസ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തനെയാ. അനന്യാസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തന്നെ ഒരിടത്ത് ശക്തമായി സാക്ഷ്യം പറയുന്നുണ്ട്. 22-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു. ആമേൻ, സ്തോത്രം. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. ദർശനം പ്രാപിക്കണമെങ്കിൽ, ദൈവത്താൽ ആമേൻ ചിലരുടെ അടുക്കലേക്ക് അയക്കപ്പെടണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ആമേൻ, സ്തോത്രം. അനന്യാസ് ഹല്ലേലൂയ അവിടെ ആയിരിക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൈക്കൊണ്ടവനാ. ആമേൻ, സ്തോത്രം. ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനാ. ഹല്ലേലൂയ. ഇന്ന് നമ്മളിൽ കാണാത്ത ക്വാളിറ്റികളാ ഇത് രണ്ടും. സാക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഇല്ല. ഇന്ന് നമ്മെ കുറിച്ച് രഹസ്യമായി ഒന്ന് നമ്മുടെ ഭവനത്തിലോ ദേശത്തിലോ വന്നൊന്ന് അന്വേഷിച്ചാൽ ഹല്ലേലൂയ എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ, സ്തോത്രം. അങ്ങനെ നിൽക്കുന്ന ദൈവ മക്കളുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഭക്തി, ഹല്ലേലൂയ, നമുക്ക് സകലതും ദൈവം നൽകി തന്നിരിക്കുക. പക്ഷേ നമ്മളിൽ എത്ര പേർക്ക് ദൈവത്തോട് ഭയഭക്തിയുണ്ട്? ഇന്ന് എത്ര പേർ നമ്മുടെ കരങ്ങളിൽ എടുക്കുന്ന ഈ തിരുവചനം ഭയഭക്തിയോട് എടുക്കുന്നു? ഹല്ലേലൂയ. ഇത് നിരന്തരം നാം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നാം ഇതിനകത്ത് ദൈവം നമ്മെ ഹല്ലേലൂയ രാജകീയ പുരോഹിത വർഗമായി വിളിച്ചിരിക്കുക. നമ്മെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തെന്നിലുള്ള ഒത്തിരി വാഗ്ദത്തങ്ങൾ നിന്നെ വാലല്ല തലയാക്കുമെന്നല്ല പറഞ്ഞ് നമ്മളിൽ ചിലർക്കൊക്കെ ഹല്ലേലൂയ പലർക്കും എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, ചില ആമേൻ, സ്തോത്രം അഹങ്കാരങ്ങൾ കേറിയിരിക്കുക. തന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. പക്ഷെ നാം താഴ്ന്നു വരണം. ആമേൻ, സ്തോത്രം. സത്യം തന്നെയാ, നമ്മെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. പക്ഷേ നമ്മെ ആർക്കും തകർക്കുവാൻ കഴിയാതിരിക്കണമെങ്കിൽ, ആർക്കും ജയിക്കാതിരിക്കണമെങ്കിൽ ശത്രു നോക്കുമ്പോൾ നമ്മളിലേക്ക് കയറുവാൻ യാതൊരുവിധ പഴുതും കാണരുത്. പഴുതുണ്ടെങ്കിൽ അവൻ ഇടിച്ച് കയറുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ അനന്യാസ് അയക്കപ്പെടുവാൻ കാരണമായി തീർന്നത്, ദൈവത്താൽ നിയോഗിക്കപ്പെടുവാൻ ഇടയായി തീർന്നത് അവൻ സാക്ഷ്യം കൈക്കൊണ്ടവനായിരുന്നു. അവൻ ഭക്തിയുള്ള പുരുഷനായിരുന്നു. ഇങ്ങനെയുള്ളവരെയാ ദൈവം ഉപയോഗിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെയുള്ളവരെയാ ദൈവം ദൗത്യങ്ങൾ നൽകി അയക്കുന്നത്. ആമേൻ, സ്തോത്രം. ഇന്ന് എനിക്കൊരു ശുശ്രൂഷയും ലഭിക്കുന്നില്ല, ആമേ എനിക്ക് യാതൊരു കൃപയും ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് ആമേ ഭാരപ്പെടുന്ന അനേകരെ ഞാൻ കാണാറുണ്ട്. അവരോടൊരു കാര്യം പറയട്ടെ, നാം ക്രമീകരിക്കേണ്ട ചില മേഖലകളെ പ്രാപിച്ച് ഒന്ന് എഴുന്നേറ്റാൽ, സ്തോത്രം, കർത്താവ് പറയുന്നു ഞാൻ നിന്നെ അയക്കും. ഞാൻ അയക്കാൻ വേണ്ടിയാ അവൻ നിന്നെ വിളിച്ച് വേർതിരിച്ചത്. പക്ഷേ നീ എന്തിലൊക്കെയോ പിടിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഇറങ്ങിയപ്പോ നീ എന്നെ പിടിച്ചായിരുന്നു, പക്ഷെ ആ പിടി ഇപ്പോൾ അയഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനോട് പറയാ, ആമേൻ, സ്തോത്രം, ആദ്യ സ്നേഹത്തിലേക്ക്, ആദ്യ ഭക്തിയിലേക്ക് ഒന്ന് മടങ്ങി വരണം. എങ്കിൽ മാത്രമേ കർത്താവിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് ശുശ്രൂഷയുടെ മേഖലയിൽ എവിടെയെങ്കിലും മങ്ങൽ അനുഭവിക്കുന്നുവെങ്കിൽ ആമേ മടിക്കണ്ട. പ്രിയ ദൈവഭക്തന്മാരെ, ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ, ആമേ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ഒന്ന് തെറ്റിപ്പോയെന്ന് സമ്മതിച്ചാട്ടെ. ഒരു കുറവും വരത്തില്ല. നാം ശ്രേഷ്ഠരായി പുറത്തു വരും, നാം ശക്തരായി പുറത്തു വരും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിനക്കൊരു കാർ ലഭിക്കും, ഭവനം ലഭിക്കും എന്നുള്ള ചില അനുഗ്രഹീതമായ ദൂതുകൾ, ആലോചനകൾ പറയുമ്പോൾ അത് ഒരു പക്ഷെ താമസിച്ചാലും, കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് ഇന്ന കുറവെന്റെ ജീവിതത്തിൽ വന്നു എന്ന് ഒന്ന് അനുതാപത്തോടെ പശ്ചാത്തപിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടിയുണ്ട്. ആമേ, അതിനെ മറികടന്നു പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. മറ്റു പല അനുഗ്രഹങ്ങൾക്കും കർത്താവ് ചില സമയപരിധികൾ വെച്ചിട്ടുണ്ട്. നാം ഇന്ന സമയത്ത് നല്ല ഭവനത്തിൽ പാർക്കുമെന്ന് ദൈവത്തിനൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. നമ്മെ ഒന്നും ദൈവം വെറും കൈയോടെ വിടത്തില്ല.
ഹല്ലേലൂയ. നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടി തന്നെയാ കർത്താവ് ദരിദ്രനായി പിറന്നത്. ഹല്ലേലൂയ. നമ്മുടെ കൈ ശൂന്യമാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം പ്രാപിക്കുവാൻ തന്നെയാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ, ഒന്ന് സമ്മതിച്ചു കൊടുത്താൽ അത് കേൾക്കാൻ നമ്മുടെ ദൈവത്തിന് വളരെ ഇഷ്ടമാ. എന്നാൽ സമ്മതിക്കുവാൻ കഴിയാതെ ശത്രു നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ആണ്, നമ്മൾ എവിടേക്കോ എത്തി എന്നുള്ള ചിന്തകൾ കൊണ്ടുവന്നിടുകയാ. പ്രിയമുള്ളവരെ, നാം എവിടെയും എത്തിയിട്ടില്ല. നാം ആയിരിക്കുന്നത് ആ മഹാദൈവത്തിന്റെ കൃപയാല, കരുണയാല. ആ കരുണ ഒന്ന് മാറി നിന്നാൽ, ആ കൃപയൊന്ന് മാറി നിന്നാൽ നാം ശൂന്യരായി പോകും. നമ്മെ അടിച്ചിടുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ടെന്ന് നാം മറന്നു പോകരുത്. നാം നിൽക്കുന്നത് കൃപയാല, നാം നടക്കുന്നത് കൃപയാല, നമുക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ കഴിയുന്നത് കൃപയാല. ആ കൃപയില്ലെങ്കിൽ നാം ഒന്നുമല്ല. അതുകൊണ്ട് എന്തെങ്കിലും ആണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, എത്രയും പെട്ടെന്ന് മടങ്ങി വരിക. ഹല്ലേലൂയ. അങ്ങനെയുള്ള തോന്നൽ നാശത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാ. ഹല്ലേലൂയ. ഒന്നുമായില്ല കർത്താവ് എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് ചിലതെല്ലാം നമ്മെ ആക്കി തീർക്കും. ഇവിടെ കർത്താവ് അയച്ച ഭക്തൻ സാക്ഷ്യം കൈക്കൊണ്ടവനാ. ആമേൻ. ഭക്തിയുള്ളവനാ. ആമേ. അങ്ങനെയുള്ളവനെ കർത്താവ് അയപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേ. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ആമേ ദൈവ മക്കൾക്ക് വേണ്ടി കർത്താവ് ചിലരെ ഒരുക്കും. സ്തോത്രം. പ്രിയമുള്ളവർ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ആമേ സമർപ്പിക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചില അനന്യാസ്മാരെ അയച്ചു തരും. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും അത് കർത്താവിനൊരു വിഷയമല്ല. ആമേ സ്തോത്രം. കർത്താവിന്റെ വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതിനകത്തുനിന്ന് എനിക്ക് പുറത്തു വരണം. ആ ചിന്ത ഉള്ളത് കൊണ്ട് കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് ചിലരെ അയക്കും. ആമേ. പത്രോസ് ഹല്ലേലൂയ കാരാഗൃഹത്തിൽ കിടക്കുകയാ. പക്ഷെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു സഭയുണ്ടായിരുന്നു. ആമേ. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ സഭയുണ്ടായിരുന്നു. ആ സഭയുടെ പ്രാർത്ഥന കൊണ്ട് ആമേ സ്തോത്രം കർത്താവ് ഒരു ദൂതനെ പത്രോസിന്റെ അടുക്കിലേക്ക് അയച്ചു. ആമേ. തടവറയിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി ദൂതനെ അയച്ചു. പ്രാർത്ഥിക്കുന്ന കൊർന്നല്യോസിന് വേണ്ടി ഹല്ലേലൂയ പത്രോസിനെ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് അയപ്പാനിടയായി തീർന്നു. ആമേ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിടുതലിന് വേണ്ടി കർത്താവ് ഈ ദിവസങ്ങളിൽ തന്നെ ചിലരെ അയക്കും. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ആ ദൗത്യത്തിന്റെ മുന്നിൽ എല്ലാ കൊറോണയും മാറിപ്പോകും. സ്തോത്രം. ആമേ. കർത്താവിന്റെ ആ പദ്ധതിക്ക് മുമ്പിൽ ഒരു ശത്രുവിനും ഒരു തടസ്സത്തിനും നിൽക്കുവാൻ കഴിയത്തില്ല. അതിനുവേണ്ട മുഖാന്തരങ്ങൾ കർത്താവ് ഒരുക്കി തരുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അനന്യാസ് ആദ്യം ചില തടസ്സങ്ങൾ പറഞ്ഞെങ്കിലും പ്രാർത്ഥിക്കുന്നവന് വിടുതൽ വേണം. പ്രാർത്ഥിക്കുന്നവൻ എഴുന്നേൽക്കണം, അവൻ ബലപ്പെടണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നാം പലവരുടെയും ആമേ സ്തോത്രം കഴിഞ്ഞ നാളുകളിലെ ആമേ സ്തോത്രം അവർ ആമേ ചെയ്തു പോയ ചില തെറ്റിന്റെ അടിസ്ഥാനത്തിൽ നാം അവരെ വിധിച്ചുകൊണ്ടിരുന്നാൽ, ഇനി ഇവൻ ഈ ആമേ സ്തോത്ര സ്ഥലത്ത് ഇരുന്നാൽ, അല്ലെങ്കിൽ ഈ ഭവനത്തിൽ ഇനി നിന്നാൽ, അല്ലെങ്കിൽ ഈ സഭയിൽ ഇനി മുന്നോട്ട് പോയാൽ ഇവൻ വലിയ വിപത്താകുമെന്ന് നാം പലരും വിധി എഴുതി വെച്ചാൽ ഹല്ലേലൂയ, അത് നമ്മുടെ മാനുഷിക ബുദ്ധിയാ. എന്നാൽ കർത്താവ് പറയുന്നത് സ്തോത്രം, നീ പോക. ഞാൻ ചെയ്യുവാനിരിക്കുന്നത്, ഞാൻ പറയുവാനിരിക്കുന്നത് നീ അവനെ പറഞ്ഞ് കേൾപ്പിക്കുക. അവൻ എന്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. നീ ഞാൻ പറഞ്ഞ വാക്കനുസരിച്ച് പോയാൽ മതിയെന്ന് കർത്താവ് പറയുക. കർത്താവിന് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പ്രിയ ദൈവ പൈതലെ, നിന്നെ മാനിക്കണമെന്ന് കർത്താവിന് പദ്ധതിയുണ്ടെങ്കിൽ, നിന്നെ മാനിച്ചു പുറത്തു വരുത്തണമെന്ന് കർത്താവിന്റെ പ്ലാൻ ആണെങ്കിൽ കർത്താവ് അത് ചെയ്തിരിക്കും. ആമേ. സ്വതം നിന്നെ കുറിച്ച് എന്തൊക്കെ അപവാദം
അപവാദങ്ങൾ, എന്തൊക്കെ ദൂഷ്യകൾ പറഞ്ഞു പരത്തിയാലും നീ പ്രാപിക്കേണ്ട, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാപിക്കേണ്ട അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. ഹല്ലേലൂയ. അവൻ സർട്ടിഫിക്കറ്റ് വെക്കുന്നവർ വലിയ ഭക്തന്മാരായിരിക്കാം. ഹല്ലേലൂയ. വളരെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം. പക്ഷേ കർത്താവ് കേൾക്കുന്നത് അവന്റെ വാക്കല്ല, നിന്റെ പ്രാർത്ഥനയുടെ വാക്കാ, നിന്റെ പ്രാർത്ഥനയുടെ സ്വരമാ, നിന്റെ സമർപ്പണമുള്ള മനോഭാവമാ. ഹല്ലേലൂയ. എക്സ്പീരിയൻസ് ഒന്നും കർത്താവിന്റെ മുമ്പിൽ ഒന്നുമല്ല. ഹല്ലേലൂയ. നമ്മുടെ മനോഭാവത്തിൽ അനുസരിച്ചാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. അനന്യാസ് ഒന്നും മടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ശബന റിബൽ പ്രൗഢസിക്കാര ബലവ. ഒന്നും മടിച്ചെങ്കിലും കർത്താവ് പറഞ്ഞ, ആമേൻ, കർത്താവ് പറഞ്ഞ ആ അനുഭവത്തിൽ പൂർണ്ണമായി തന്നെ സമർപ്പിച്ചു. കർത്താവ് പറഞ്ഞപ്പോൾ മനസ്സിലായി, ഇവൻ സാധാരണ വ്യക്തിയല്ല, ഞാൻ നിയോഗം കൊടുക്കുവാൻ പോകുന്ന, ഞാൻ ദൂത് പറയുവാൻ പോകുന്ന, ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്ന വ്യക്തി ഹല്ലേലൂയ സാധാരണ വ്യക്തി അല്ല എന്ന്. സ്തോത്രം. അനന്യാസിന് മനസ്സിലായി. അതുകൊണ്ട് ഹല്ലേലൂയ അനന്യാസ് പോകുവാൻ തയ്യാറായി. ഹല്ലേലൂയ. പൗലോസ് ആയിരുന്നത് ഒരു ആത്മീയ ലോകത്തായിരുന്നു, ആത്മീയ ദർശനത്തിലായിരുന്നു. സ്തോത്രം. ആത്മീയ ദർശനത്തിൽ ആയിരുന്നവൻ. സ്തോത്രം. അനന്യാസ് ആയത് ഹല്ലേലൂയ ഈ ലോകത്തിലായിരുന്നു. അതുകൊണ്ട് അനന്യാസിന് ചില സംശയങ്ങൾ കയറി വന്നു. അവൻ സാക്ഷ്യം കൊണ്ടവനാ, ഭക്തിയുള്ളവനൊക്കെ തന്നെയാ. പക്ഷേ ചെറിയ സംശയം കയറി വന്നു. അത് ലോകത്തിൽ നിന്ന് സ്തോത്രം ഇരുന്ന് ദർശനം പ്രാപിച്ചത് കൊണ്ടാ. സ്തോത്രം. എന്നാൽ പൗലോസ് ഒരു ആത്മീയ മണ്ഡലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവന് വേണ്ടി കർത്താവ് ഹല്ലേലൂയ അതിശ്രേഷ്ഠനായ ഒരു ദൈവഭക്തനെ അയച്ചു. ഹല്ലേലൂയ. ആ ദൈവഭക്തൻ എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാലും ഹല്ലേലൂയ അത് ദൈവസന്നിധിയിൽ സ്തോത്രം ദൈവത്തിനൊരു വിഷയമല്ല. സ്തോത്രം. അവനെ മാറ്റിമറിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ആമേൻ. അനന്യാസിന്റെ പൗലോസിന്റെ അടുക്കൽ അനന്യാസ് ചെല്ലുവാൻ ഇടയായി തീർന്നു. പ്രാർത്ഥിക്കുന്നവന്റെ ഒന്നാമത്തെ സവിശേഷത, ദൈവത്താൽ ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ ദൈവദാസന്മാരെ അയച്ചു. അനന്യാസ് ഒരു ദൈവദാസനാ, അവനെ അയപ്പാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഏതുമാകട്ടെ, അവിടേക്ക് ഹല്ലേലൂയ ദൈവദാസന്മാരെ അയച്ച് നിന്നെ വിടുവിക്കുവാൻ, ദൈവദാസന്മാരെ അയച്ച് നിന്നെ എഴുന്നേൽപ്പാൻ, ദൂതനെ അയച്ച് നിന്നെ ബലപ്പെടുത്തുവാൻ ഹല്ലേലൂയ ഈ ദൈവത്തിന് കഴിയും. ഏലിയാവ് ക്ഷീണിച്ച് മനസ്സ് മടുത്ത് ആമേൻ ഹല്ലേലൂയ ഇരുന്നപ്പോൾ ആ സാഹചര്യത്തിൽ കടന്നു വന്ന് ആമേൻ ദൂതനെ അയച്ച് കർത്താവ് വിടുവിച്ചു. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നാം ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും കർത്താവ് അവിടെ ഹല്ലേലൂയ ചില അനന്യാസ്മാരെ അയപ്പാനിടയായി തീരും. അടുത്ത രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, അവൻ പ്രാർത്ഥിക്കുന്നവന് ദർശനങ്ങൾ ലഭിക്കും. ഹല്ലേലൂയ. ഇവിടുത്തെ ഈ ദർശനത്തിന്റെ സ്തോത്രം നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമുക്ക് നോക്കാം. കർത്താവ് അനന്യാസിനോട് പറയുക, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്ര. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. ചെയ്യാൻ പോകുന്നത്, പ്രാപിക്കുവാൻ ഇരിക്കുന്നത് ഹല്ലേലൂയ പൗലോസ് കണ്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഇതാണ് ദർശനങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഹല്ലേലൂയ കണക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നു, പൗലോസ് പ്രാർത്ഥിക്കുന്നു, അവൻ ദർശനം കാണുന്നു. പ്രാർത്ഥിക്കുന്നവർ
ദർശനം കാണും. പ്രിയമുള്ളവരെ, ഇന്ന് വരെ ഒരു ദർശനവും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ യഥാർത്ഥമായ ഒരു പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്കില്ല. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. പ്രാർത്ഥിക്കുന്നവൻ നിശ്ചയമായി ദർശനം കാണുവാൻ ഇടയായി തീരും. ആ ദർശനം അവന്റെ ജീവിതം ഒരു അർത്ഥപൂർണമാക്കി തീർക്കുവാൻ ഇടയായി തീരും. ഇവിടെ പൗലോസ് കാണുന്ന ദർശനം, തനിക്ക് വേണ്ടി ഒരാൾ വന്ന് പ്രാർത്ഥിക്കുന്നു, തന്നെ നിയോഗിക്കുന്നു, തന്നോട് സംസാരിക്കുന്നു, തലമേൽ കൈവെക്കുന്നു, കാഴ്ച പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പൗലോസിന് മനസ്സിലായി തന്റെ ജീവിതം മാറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. താൻ ഇന്നലെ വരെ ഇരുന്ന സാഹചര്യത്തിലല്ല ഇപ്പോൾ ഇരിക്കുന്നത്. താൻ വേറെ ഏതോ ലോകത്താ. സ്തോത്രം. അവിടെ കർത്താവ് തന്നെ ദർശനത്തിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദർശനം പ്രാപിക്കുന്നവൻ അക്ഷരമായി ഈ ലോകത്തിലാണ് ഇരിക്കുന്നതെങ്കിലും പ്രിയമുള്ളവരെ, അവൻ ഈ ലോകത്തോട് ചേർന്ന് നിൽക്കത്തില്ല, ഈ ലോകത്തോട് ചേർന്ന് സംസാരിക്കത്തില്ല, ഈ ലോകത്തോട് ചേർന്ന് ചിന്തിക്കത്തില്ല, പ്രവർത്തിക്കത്തില്ല. അവൻ എപ്പോഴും മറ്റൊരു ലോകത്തായിരിക്കും. ഹല്ലേലൂയ. അവൻ ഒരിക്കലും ഈ ലോകത്തോട് ചേർന്ന് നിൽപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ശബന രഹസ്യകലബ. ദർശനം, പൗലോസ് കണ്ട ദർശനത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കണ്ട ദർശനം മിനിറ്റുകൾക്ക് മുമ്പിൽ താൻ അനുഭവിച്ചു. ഇന്ന് വർഷങ്ങളായി നാം പല ദർശനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ എത്ര നാം പ്രാപിച്ചു? കണ്ടതെല്ലാം നാം മറന്നുപോയി. പക്ഷെ നമ്മുടെ ആത്മീയ നിലവാരം അതിലേക്ക് എത്താത്തത് കൊണ്ട് നാം ഇപ്പോഴും പണ്ട് കണ്ട ദർശനം മുറുകെ പിടിച്ചിരിക്കുക. എന്നാൽ ഹല്ലേലൂയ, വിശ്വാസ ജീവിതത്തിൽ യാതൊരുവിധ എക്സ്പീരിയൻസും പറയുവാനില്ലാത്ത ഒരുവൻ കണ്ട ദർശനം സെക്കൻഡുകൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ പ്രാപിച്ചെടുക്കുക. ഇതാണ് സമർപ്പണമുള്ള യഥാർത്ഥ ദൈവ ഭക്തൻ. ഹല്ലേലൂയ. ഒത്തിരി ചരിത്രമൊന്നും ഒത്തിരി പാരമ്പര്യമൊന്നും പറയുവാനില്ലെങ്കിലും താൻ സമർപ്പിച്ചത് കറക്റ്റ് ആയിരുന്നു. താൻ ഏൽപ്പിച്ചത് കൊടുത്തത് പൂർണ്ണമായിട്ടായിരുന്നു. ആ സമർപ്പണത്തിൽ യാതൊരുവിധ കലർപ്പുമില്ല. ഇന്ന് നമ്മുടെ സമർപ്പണമെല്ലാം കലർപ്പുള്ളതാ. പ്രശ്നം വരുമ്പോൾ സമർപ്പണം പൊടി തട്ടിയെടുക്കും. പ്രശ്നമുള്ളപ്പോൾ പ്രാർത്ഥന വർദ്ധിക്കും. പ്രശ്നമുള്ളപ്പോൾ ആരാധിക്കും. പ്രശ്നമുള്ളപ്പോൾ ദൈവദാസനെ വിളിക്കും. അല്ലെങ്കിൽ നാം ഇതിനെല്ലാം എതിരായിട്ട് നിൽക്കും. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് അങ്ങനെയല്ലായിരുന്നു. കണ്ട ദർശനം വിട്ടുകളയാതെ ഇത് എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദർശനം കാണുക. കണ്ടത് സ്വതന്ത്ര മിനിറ്റുകൾക്കുള്ളിൽ പ്രാപിച്ചെടുത്തു, അനുഭവിച്ചു. യഥാർത്ഥ ദർശനം നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. അതിന് നാം വർഷങ്ങൾ കാത്തിരിക്കണ്ട, മാസങ്ങൾ കാത്തിരിക്കണ്ട. ദൈവത്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ, ദൈവത്തിന്റെ സമയമാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ഹബക്കൂക്കിന്റെ സ്തോത്രം പ്രവചനത്തിൽ ഹല്ലേലൂയ പറയുന്നു, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. ദർശനം താമസിക്കത്തില്ല. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. അത് വരും നിശ്ചയം. അതിനുവേണ്ടി കാത്തിരുന്നാൽ നാം അത് പ്രാപിക്കും നിശ്ചയം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദർശനം വിട്ടുകളയരുത്, ദർശനം മാറ്റിവെക്കരുത്. ദർശനം വെറുതെയാണെന്ന് ചിന്തിക്കരുത്. ദർശനം പ്രാപിക്കുമ്പോൾ ഹല്ലേലൂയ, പൗലോസ് ദർശനം കണ്ടു. പക്ഷേ 3 ദിവസം കണ്ണ് കാണാതിരുന്നു. ചില പ്രതിസന്ധി നേരിട്ടു. ദർശനങ്ങൾ കാണുമ്പോൾ ചില പ്രതിസന്ധികൾ നേരിടും. എന്നാൽ നാം അതിനകത്തുനിന്ന് മാറിപ്പോകാതെ അതിനകത്ത് തന്നെ ഇരിക്കണം. ഹല്ലേലൂയ. അവൻ നേരിട്ട ആ പ്രശ്നം എന്തായിരുന്നു? കണ്ണ് കാണുന്നില്ല. പക്ഷെ കണ്ട ദർശനം എന്താ? കാഴ്ച പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ഏത് പ്രശ്നത്തിൽ അകപ്പെട്ടുവോ ആ പ്രശ്നത്തിലൂടെ ദർശനം നൽകി തന്ന് കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. നിന്നെ അന്ധനാക്കി ഇരുത്താനല്ല, കാഴ്ചയില്ലാത്തവനാക്കി ഇരുത്താനല്ല കർത്താവ് നിന്റെ സ്തോത്ര ദർശനം തന്നെ നിന്നെ വിളിച്ചിരിക്കുന്നത്. സ്തോത്ര പൗലോസിന്റെ കാഴ്ച ദൈവം മറച്ചു കളഞ്ഞു. എന്തിന്? ഇനി അവൻ കാണേണ്ടത് കഴിഞ്ഞ നാളുകൾ കണ്ടതുപോലെയല്ല. കഴിഞ്ഞ നാളിൽ കണ്ട ആ വികാരത്തോടെയല്ല ഇനി താൻ ഈ ലോകത്തെ
കാണേണ്ടത്. ഹല്ലേലൂയ. ആ കാഴ്ച മറയുന്നത് വരെ അവന്റെ മനോഭാവം മറ്റൊന്നായിരുന്നു. എന്നാൽ കാഴ്ച പ്രാപിച്ചപ്പോൾ മനോഭാവം മാറുവാനിടയായി തീർന്നു. ചെതുമ്പൽ പോലെയുള്ളത് മൂടുപടമായി നിന്നത്, ശത്രു മറച്ചു വെച്ചിരുന്നത് അഴിഞ്ഞു മാറുവാനിടയായി തീർന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മീയ ലോകത്തിൽ ഇട്ടിരിക്കുന്ന ചില ചെതുമ്പലുകൾ, ചില മൂടുപടങ്ങൾ കർത്താവിന് രാത്രിയിൽ അഴിച്ചു മാറ്റാൻ പോവുക. കാണേണ്ടത് കാണുവാൻ കഴിയാത്ത സ്തോത്രം ഈ ലോകത്തിൻ്റെതായ ചില മൂടുപടങ്ങൾ ആത്മീയ ലോകത്തിൽ ഇട്ടിരിക്കുക. അത് കർത്താവിന് രാത്രിയിൽ തന്നെ അഴിച്ചു മാറ്റാൻ പോവുക. ചില പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ദൈവ ഭക്തന്മാർക്ക് വേണ്ടി, ഭക്തമാർക്ക് വേണ്ടി കർത്താവിന് രാത്രിയിൽ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചു തരാൻ പോവുക. ഹല്ലേലൂയ. സ്തോത്രം. ആ കണ്ണ് കാണാതെ ഇരുന്നപ്പോൾ വളരെ പ്രയാസമായിരുന്നു. ഇന്ന് ഒരു നിമിഷം നമ്മുടെ കണ്ണടച്ച് വെച്ചാൽ നമുക്ക് എത്രമാത്രം അസ്വസ്ഥതയായിരിക്കും. ഹല്ലേലൂയ. നാം ആകെ സ്തോത്രം അടിമുടി നാം വയലന്റ് ആയി പോകും. അതിനോട് നമുക്ക് ചേർന്ന് നിൽപ്പാൻ കഴിയത്തേയില്ല. എന്നാൽ പൗലോസ് ഒന്നും പറയാതെ ആ സാഹചര്യത്തോട് മിണ്ടാതെ അടങ്ങിയിരിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ സമയം കർത്താവിന്റെ പ്രവൃത്തി അവിടെ നടക്കുകയായിരുന്നു. അവന്റെ കണ്ണിൽ നിന്ന്, അവന്റെ ശരീരത്തിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് ചിലതെല്ലാം മാറിപ്പോകേണ്ടത് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദർശനം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന് 3 ദിവസമേ ഇരിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഇന്ന് കണ്ണ് കാണാതെ ആത്മീയ ലോകത്തിൽ എത്ര വർഷങ്ങളായി പലരും ഇരിക്കുന്നു. സ്തോത്രം. കണ്ണ് കാണാൻ കഴിയാതെ, ദൈവിക പ്രവർത്തികളെ കാണുവാൻ കഴിയാതെ, ദൈവ തേജസ് കാണുവാൻ കഴിയാതെ എത്ര പേർ കുരുടരായി നടക്കുകയാ. ഹല്ലേലൂയ. ആ കാഴ്ച മറച്ചു വെച്ചത് നമുക്ക് കാണണം. ശത്രു മറച്ചു വെച്ചത് നമുക്ക് കാണണം. പ്രിയ ദൈവമക്കളെ, അതിനുവേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കണം. നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ചില കാഴ്ചകൾ മറച്ചു വെച്ച ശത്രുവിന്റെ തന്ത്രമുണ്ട്. അത് നാം മനസ്സിലാക്കണം. സ്തോത്രം. ഒരു നല്ല നേതാവിനെ, ഒരു നല്ല തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയെ, ഹല്ലേലൂയ, ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഗുണങ്ങൾ മാത്രം പറയുവാൻ കഴിവുള്ള ഒരു വ്യക്തിയെ പിശാച് മറച്ചു വെച്ചു. കാഴ്ച മറച്ചു വെച്ചു. അത് ശത്രു മറച്ചു വെച്ചെങ്കിൽ ദമസ്കോസിൽ വെച്ച് കർത്താവ് ആ കെട്ടിനങ്ങ് പൊട്ടിച്ചു. ഹല്ലേലൂയ. അവന്റെ കണ്ണിന്റെ കാഴ്ച അങ്ങ് കൊടുക്കാനിടയായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. ദർശനത്തിൽ കണ്ടത് അവൻ പ്രാപിച്ചെടുത്തു. ഹല്ലേലൂയ. ആമേൻ. ആ കാഴ്ച മറച്ചു വെച്ചത് അവന്റെ കണ്ണിൽ നിന്നങ്ങ് മാറിപ്പോയപ്പോൾ ഹല്ലേലൂയ, പിന്നെ മുന്നോട്ടുള്ള യാത്ര വളരെ വളരെ അനുഗ്രഹമായിരുന്നു. ഒത്തിരി പോരാട്ടങ്ങൾ, പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും പൗലോസ് അപ്പോസ്തലൻ നടന്നത് ദർശനത്തിനകത്ത് തന്നെയാ. ഓരോ വിടുതൽ പറയുമ്പോഴും, കല്ലേറുകൊണ്ട് മരിപ്പാറായി കിടന്നപ്പോഴും കർത്താവ് ഒന്ന് പറഞ്ഞു, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നീ യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. നീ ഇവിടെ വീണ് കിടക്കേണ്ടവനല്ല. ഹല്ലേലൂയ. ആമേൻ. ജീവൻ ഒഴികെ സകല നന്മകളും കടലിലേക്ക് വലിച്ചെറിഞ്ഞ് അടുത്ത നിമിഷം മരിക്കുവാൻ പോവുക, മരണം കാണുക. അപ്പോഴും ദർശനത്തിൽ കർത്താവ് ഇടപെട്ടു. നിങ്ങളുടെ ജീവന് ഹാനി വരത്തില്ല, നിങ്ങളുടെ ജീവൻ ശത്രു തൊടത്തില്ല. ഹല്ലേലൂയ. ഓരോ നിമിഷവും ദർശനത്തിലൂടെ യാത്ര ചെയ്തു. ഹല്ലേലൂയ. പ്രാപിച്ചത്, ആ ലഭിച്ച കൃപ മരണം വരെ കാത്തു സൂക്ഷിച്ചു. മുറുകെ പിടിച്ചു. ദർശനം, വെളിപ്പാടുന്ന ദൈവകൃപ വിട്ടുകളഞ്ഞില്ല. ഇന്ന് നാം എത്രയധികം കൃപാവരങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പലവരുടെയും സാക്ഷ്യം ഇങ്ങനെയാ: ഞാൻ ഇറങ്ങിയപ്പോൾ ഭയങ്കര പ്രാർത്ഥനക്കാരിയായിരുന്നു, പ്രവചനക്കാരിയായിരുന്നു, വെളിപ്പാടുണ്ടായിരുന്നു, ദർശനമുണ്ടായിരുന്നു. എപ്പോൾ ഇന്ന് ഇതൊക്കെ ഇപ്പൊ മങ്ങിയിരിക്കുകയാ. പക്ഷെ പൗലോസ് അപ്പോസ്തലന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്റെ ജീവിതത്തിൽ എഴുതി ചേർക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഹല്ലേലൂയ. ദമസ്കോസിലേക്കുള്ള യാത്രയ്ക്ക് മധ്യത്തിൽ പ്രാപിച്ച ആ ദർശനം എന്ന കൃപ തന്റെ നിര്യാണം വരെ ഹല്ലേലൂയ താൻ മുറുകെ പിടിപ്പാൻ ഇടയായി തീർന്നു. നമുക്ക് നൽകുന്ന
കുറച്ച് നാളുകളേക്കുള്ളതല്ല, ചില നിമിഷങ്ങളിലേക്കുള്ളതല്ല, ചില പ്രവൃത്തികൾ ചെയ്തു തീർക്കുവാൻ മാത്രമല്ല പ്രിയ ദൈവമക്കളെ, അത് നമ്മെ നിത്യതയെ കൊണ്ടെത്തിക്കുന്നതാ. ഹല്ലേലൂയ. ഒരു അർഹതയും ഇല്ലാതിരുന്ന, ഒരു യോഗ്യതയുമില്ലായിരുന്ന സ്ഥാനത്ത് യോഗ്യത നൽകി, കൃപ നൽകി നമ്മെ പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ ദർശനം കാണും. ദർശനം കാണുക മാത്രമല്ല, അതവൻ അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കട്ടെ, നാം പ്രാർത്ഥിക്കുവാൻ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. അടുത്ത സവിശേഷത എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുന്നവന് ചില അരുളപ്പാടുകൾ ലഭിക്കും. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശൗലിന്റെ അടുക്കിലേക്ക് ദൈവം അനന്യാസിനെ അയച്ചു. ഈ ദർശനം എന്തായിരിക്കുമെന്നുള്ള അങ്കലാപ്പോടുകൂടെ പൗലോസ് ഇരിക്കുമ്പോൾ ആ ദർശനത്തെ കുറിച്ച് ശൗൽ വളരെയധികം ഭാരപ്പെട്ടിരുന്ന വിഷയത്തെ കുറിച്ച് ശ്രേഷ്ഠനായ ഒരു ദൈവദാസനെ അയച്ച് അതിന്റെ തന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചു കൊടുക്കുക. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ അരുളപ്പാട് ലഭിക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ദൗത്യം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ദമസ്കോസിൽ വെച്ചുണ്ടായ ആ ദർശനം എന്താണെന്ന് അനന്യാസ് വെളിപ്പെടുത്തി കൊടുത്തു. ആരാണ് തനിക്ക് പ്രത്യക്ഷനായതെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. താൻ ഉപദ്രവിക്കുന്ന യേശു. ഹല്ലേലൂയ. പിന്നെ സ്തോത്രം, ആ യേശുവിന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ ജനത്തിനും മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. തന്റെ മേലുള്ള നിയോഗം, ആ ദർശനത്തിൽ അടങ്ങിയിരിക്കുന്ന നിയോഗം എന്താണെന്ന് അനന്യാസിലൂടെ ഹല്ലേലൂയ കർത്താവ് അരുളപ്പാട് നൽകി. ദർശനത്തിനകത്ത് ഹല്ലേലൂയ അരുളപ്പാടുണ്ട്, നിയോഗമുണ്ട്. ഹല്ലേലൂയ സകലതും നാം കാണുന്ന ദർശനത്തിനകത്തുണ്ട് ദൈവമക്കളെ. ദർശനം പ്രാപിച്ച് യാത്ര ചെയ്യുന്ന ദൈവഭക്തന്മാർ എന്നെ കേൾക്കുന്നു. അവരുടെ കർത്താവ് പറയുക, നിങ്ങളുടെ ദർശനം പൂർത്തീകരിക്കാൻ പോവുക, അത് നിങ്ങൾ പ്രാപിക്കാൻ പോവുക. ദർശനം വരും. ഹല്ലേലൂയ. അത് താമസിക്കില്ല, അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രിയ ദൈവഭക്തന്മാരെ, നിങ്ങൾ കണ്ടിരിക്കുന്ന ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കർത്താവ് നിങ്ങളെ സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യമായിട്ട് ഒന്നും കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഭാരപ്പെടണ്ട. ആഗ്രഹിച്ചത് കാണാൻ പോവുക, ആഗ്രഹിച്ചത് കാണാൻ പോവുക, ആഗ്രഹിച്ചത് പ്രാപിക്കാൻ പോവുക. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് കണ്ണ് കാണാതെ ഇരുന്നപ്പോൾ തന്റെ ഭാവി എന്താകും, എനിക്കിപ്പോ കണ്ണ് കാണുന്നില്ല, ഞാൻ ഇനി എങ്ങനെ പോകും, എങ്ങോട്ട് പോകുമെന്നെല്ലാം ചിന്തിച്ചിരുന്നപ്പോൾ അവൻ ചിന്തിച്ച സകലത്തെ കുറിച്ചും അരുളപ്പാട് ലഭിച്ചു. പ്രാർത്ഥിക്കുന്നവന് ഭാവിയെ കുറിച്ച് വെളിപ്പാട് ലഭിക്കും. പ്രാർത്ഥിക്കുന്നവന് നാളെ കുറിച്ച് യാതൊരുവിധ ആശങ്കയും ഉണ്ടാകത്തില്ല. അതിന് ഉതകുന്നതായ വെളിപ്പാട് നൽകി, അനുഭവങ്ങൾ നൽകി ദൈവം പുറത്തു കൊണ്ടുവരുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് പുതുവഴികൾ തുറക്കും. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ വഴികൾ അടയത്തില്ല, വഴികൾ തുറക്കും. ദൈവത്തിന്റെ വഴി തികവുള്ളതാ, പൂർണ്ണതയുള്ളതാ. അത് പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ തുറന്നു വരും. ഇന്ന് ചില വഴികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പുത്തൻ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങൾക്ക് മുമ്പിൽ ഒന്നും കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ചെങ്കടൽ തുറന്ന് വഴി നിരത്തിയ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഉത്തരം അരുളുവാൻ കഴിവുള്ള ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ മടുക്കാതിരിക്കട്ടെ, ആരാധനയിൽ മടുക്കാതിരിക്കട്ടെ. ദർശനം മുറുകെ പിടിക്കുക. അരുളപ്പാടുകൾ ലഭിക്കാൻ പോവുക. പ്രാർത്ഥിക്കുന്ന ചില സഹോദരിമാരോട് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായ ആലോചന പറയുക. ഈ നാളുകളിൽ ചില അരുളപ്പാടുകൾ നിങ്ങൾ കേൾക്കാൻ പോവുക, ചില അരുളപ്പാടുകൾ നിങ്ങൾ പ്രാപിച്ചെടുക്കാൻ പോവുക. സ്തോത്രം. ശബനസ്യാലബ, നിങ്ങളുടെ ഭാവിയെ കുറിച്ച്, തലമുറയുടെ ഭാവിയെ കുറിച്ച് അരുളപ്പാട് പ്രാപിക്കാൻ പോവുക. സ്തോത്രം. ഇവിടെ പൗലോസ് പ്രാപിച്ചു. തന്നെ എന്തിനു വേണ്ടി വിളിച്ചോ, എന്തിനെന്നെ ഇങ്ങനെ പിടിച്ചോ, ഹല്ലേലൂയ, എന്തിനെനിക്ക് ദർശനം നൽകി, എന്തിനെന്നെ കണ്ണു കാണാത്തവനാക്കി ഇരുത്തി, ഹല്ലേലൂയ, സകലത്തിന്റെയും കുറിച്ച്
ഹല്ലേലൂയ, തന്നോട് ദൈവാത്മാവ് ഇടപെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. മൂന്നാം നമ്മൾ കേട്ടു, പ്രാർത്ഥിക്കുന്നവന് അരുളപ്പാട് ലഭിക്കും. കാരണം ഇന്ന് ആത്മീയ ലോകത്തിൽ ആയിരിക്കുന്ന 150% പേർക്കും, കുറച്ചുകൂടെ എടുത്തു പറഞ്ഞ 75% പേർക്കും തന്നെ ദൈവം എന്തിനു വിളിച്ചെന്നു യാതൊരുവിധ ഐഡിയമില്ല. ഹല്ലേലൂയ. പിതാക്കന്മാർ ചെയ്തു വന്നത് ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞത് കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഭർത്താവ് കാണിച്ചു തന്നതുകൊണ്ട് സ്തോത്രം ആരാധിക്കുന്നു. ഇങ്ങനെ പോകുന്ന ഒരു കൂട്ടരുണ്ട്. ഹല്ലേലൂയ. യഥാർത്ഥ ദൈവഭക്തൻ ഭാവിയെ കുറിച്ച് വെളിപ്പാട് പ്രാപിക്കും. സ്തോത്രം ശുശ്രൂഷയെ കുറിച്ച് അരുളപ്പാട് പ്രാപിക്കും. ശുശ്രൂഷയെ കുറിച്ചുള്ള നിയോഗം പ്രാപിക്കും. സ്തോത്രം എവിടെ, ആരോട്, എപ്പോൾ, എങ്ങനെ എന്ന് സകലതും കർത്താവ് സംസാരിക്കും. ഇന്ന് എവിടെ പോകണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ നിൽക്കണമെന്ന് കൺഫ്യൂഷനായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിലേക്കൊന്ന് മടങ്ങി വരട്ടെ, പ്രാപിച്ച ദർശനത്തിലേക്കൊന്ന് മടങ്ങി വരട്ടെ. എന്നാൽ അരുളപ്പാടുകൾ ലഭിക്കും. നമുക്ക് വേഗത്തിൽ പോകാം, സമയം ദീർഘിച്ചു പോകുന്നല്ലോ. അടുത്ത പോയിന്റ്, പ്രാർത്ഥിക്കുന്നവന് ദൈവികമായ വിടുതൽ ലഭിക്കും. ഹല്ലേലൂയ. ഈ 3 ദിവസം കണ്ണ് കാണാതെ ഇരിക്കുകയാ, കാഴ്ചയില്ലാതെ ഇരിക്കുകയാ. ഹല്ലേലൂയ. എന്നാൽ താൻ ദർശനം കണ്ടു. സ്തോത്രം. താൻ കാഴ്ച പ്രാപിക്കുന്നതായിട്ട്. ഹല്ലേലൂയ. അതവൻ പ്രാപിച്ച് എടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 9-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം പറയുന്നു, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവനൊരു കുരുടനായിരുന്നു. സ്തോത്രം. ദമസ്കോസിലേക്കുള്ള യാത്ര വരെ കണ്ണ് കാണാമായിരുന്നു. പക്ഷെ എങ്കിലും അവൻ ആത്മീയ ലോകത്തിൽ കുരുടനായിരുന്നു. സ്തോത്രം. ജഡത്തിൽ കണ്ണെല്ലാം കാണുമെങ്കിലും അവൻ യഥാർത്ഥത്തിൽ ഒരു കുരുടനായിരുന്നു. സ്തോത്രം. ഈ ലോകം എന്തൊക്കെയോ വെച്ച് അവനെ മറച്ചു വെച്ചിരുന്നു. അവൻ കണ്ടതെല്ലാം ഹല്ലേലൂയ അവനെ ഉപദ്രവിക്കുന്നത്, ശൗലിനെ ഉപദ്രവിക്കുന്നത്, ശൗലിന്റെ മതത്തെ തകർക്കുന്നത്, ഇതൊക്കെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിനെ തകർക്കുവാൻ വേണ്ടി ഓടുകയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ശരിക്കും അവൻ യഥാർത്ഥമായി 3 ദിവസമല്ല അവൻ കാഴ്ചയില്ലാതിരുന്നത്. ദമസ്കോസിൽ വെച്ച് യേശു പിടിക്കുന്നത് വരെ, ദർശനം പ്രാപിക്കുന്നത് വരെ അവൻ യഥാർത്ഥത്തിൽ കുരുടനായിരുന്നു. ആ കുരുട്ട് കണ്ണിനെ കർത്താവ് തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ, ദർശനം കാണുന്നവൻ ഹല്ലേലൂയ ദൈവികമായ വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മുടെ കാഴ്ച മറച്ചു വെച്ചിരിക്കുന്ന, ആത്മീയ കാഴ്ച മറച്ചു വെച്ചിരിക്കുന്ന ശത്രുവിന്റെ മണ്ഡലം നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകൾ കണ്ടതുപോലെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ, സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഇടപെടുവാൻ കഴിയുന്നില്ലെങ്കിൽ, ശുശ്രൂഷിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ, ആത്മീയ നിലവാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ കാഴ്ച എവിടെയോ മങ്ങുന്നുണ്ട്. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കേണ്ടതുണ്ട്. അതിന് ഈ ദിവസങ്ങൾ പ്രാർത്ഥനയിൽ ഒന്ന് മുന്നേറുക, ദർശനത്തിലേക്ക് ഒന്ന് എഴുന്നേൽക്കുക. എന്നാൽ നമ്മുടെ ഏത് മേഖലയിലാണോ വിടുതൽ വേണ്ടത് അത് കർത്താവ് നമുക്ക് നൽകി തരുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്നും പരിശുദ്ധാത്മ പറയുക, ചിലരുടെ കാഴ്ച മറഞ്ഞു കിടക്കുക. അവിടെ കണ്ണിൽ കാണുന്നത് ലോകത്തിന്റെ കാഴ്ചയാ. ദൈവം കാണിക്കുന്നതൊന്നും അവർക്ക് കാണുവാൻ കഴിയുന്നില്ല, കണ്ടിട്ട് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല, ഗ്രഹിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് ശൗലിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചപ്പോൾ താൻ ശൗലല്ല, ഒരു പൗലോസാണെന്ന് മനസ്സിലാക്കി എഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രിയിൽ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. ഇന്ന് രാത്രി പരിശുദ്ധൻ ശക്തമായി പറയുന്നു, ചിലരുടെ സോദര ആത്മീയ ഹൃദയദൃഷ്ടി കർത്താവ് പ്രകാശിപ്പിക്കാൻ പോവുക. സോദര ഇന്ന് ചില യൗവനക്കാരുടെ ഹൃദയദൃഷ്ടി അടച്ചു വെച്ചിരിക്കുന്ന, ആത്മീയ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുന്ന മണ്ഡലത്തെ കർത്താവ് സോദര തുറക്കാൻ പോവുകയാ. കർത്താവ് അത് തുറക്കാൻ പോവുകയാ. സ്തോത്രം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ ദൈവശക്തിയെ തിരിച്ചറിയുവാൻ, തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ നാം നമ്മുടെ ബുദ്ധിയെ തുറന്നു കൊടുക്കണം. അതിന് പരിശുദ്ധാത്മ ചിലരെ സ്തോത്രം സഹായിക്കാൻ പോവുകയാ.
ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, വചനം വായിച്ചിട്ട് എത്ര വായിച്ചിട്ട് മനസ്സിലാക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചില സഹോദരങ്ങളുടെ ബുദ്ധിയെ രാത്രിയിൽ കർത്താവ് തുറക്കാൻ പോകുക. ഇവിടെ കാഴ്ച മറച്ചു വെച്ചിരിക്കുന്ന കർത്താവ് ശൗലിന്റെ കാഴ്ച മറച്ചു വെച്ചത് ഒരു അനന്യാസിലൂടെ വിടുവിച്ചു കൊടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ വിടുവിച്ചു പുറത്തു കൊണ്ടുവരാൻ പോവുക. പ്രാർത്ഥിക്കുന്നവൻ ദൈവിക വിടുതൽ പ്രാപിക്കും. ദർശനമുള്ളവൻ ദൈവികമായ വിടുതൽ പ്രാപിക്കും. ആ വിടുതൽ അവന്റെ ആത്മീയ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടായി മാറും. സ്തോത്രം. ഇവിടെ ശൗൽ ഹല്ലേലൂയ ഭാരപ്പെട്ട വിഷയം കണ്ണ് കാണുന്നില്ല. അതേ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ പല വിഷയങ്ങളുടെ പുറകിൽ, പലരുടെ വീഴ്ചയ്ക്ക് പുറകിൽ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുക. ശത്രു നമ്മുടെ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുക. അത് മനസ്സിലാക്കാതെ ഹല്ലേലൂയ ദൈവം കാണിക്കുന്നത് കാണാതെ ശത്രു കാണിക്കുന്നതിന്റെ പുറകെ പോയിട്ട് ഹല്ലേലൂയ പല ആപത്തിലേക്കും ദൈവസഭ പൊക്കോണ്ടിരിക്കുക, ദൈവജനം നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നു, ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ കാണേണ്ടത് കാണും. നമുക്ക് ഗ്രഹിക്കേണ്ടത് നാം ഗ്രഹിച്ചെടുക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തി തരും. ഹല്ലേലൂയ. ചിലരുടെ കാഴ്ച മങ്ങിയിരിക്കുക. ഇന്ന് കർത്താവിടെ കാഴ്ച തുറക്കാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരുടെ കാഴ്ചയെ കർത്താവ് തുറക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ പോവുക. ആമേ. അടുത്തത്, പ്രാർത്ഥിക്കുന്നവന് ചില നിയോഗം ഉണ്ടാകും. സ്തോത്രം. ആമേ. ശൗലിന്റെ നിയോഗം. ആമേ. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം ആമേൻ അതിന്റെ 14-15 വാക്യത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. അനന്യാസ് അടുത്തു വന്നു. എന്നിട്ട് പറയുന്നു, അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാനും നിയമിച്ചിരിക്കുന്നു. നിയോഗം വെളിപ്പെടുകയാണ്. നീ കാണുകയും കേൾക്കുകയും ചെയ്തെന്ന് സകല മനുഷ്യർക്കും നീ അവന്റെ മുമ്പിൽ സാക്ഷിയായി തീരും. ഹല്ലേലൂയ. കർത്താവ് നിയമിച്ചു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനെ ദൈവം നിയമിക്കും. പ്രാർത്ഥിക്കുന്നവൻ സാക്ഷിയായി മാറും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ അല്പസമയമൊക്കെ ശത്രുവിനെ തടയുവാൻ കഴിഞ്ഞേക്കാം അല്പസമയം. എന്നാൽ അവൻ ആ കെട്ടുകൾ പൊട്ടിച്ചു പുറത്തു വരും. ഹല്ലേലൂയ. ഇവിടെ ഈ 3 ദിവസം കാത്തിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ കാത്തിരിപ്പ് ഒരു വലിയ വിടുതലായിരുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ പറന്നുയരും. ചിറകടിച്ച് പറന്നുയരും. ഹല്ലേലൂയ. പൗലോസ് കാത്തിരുന്നു 3 ദിവസം. ആ കാത്തിരുന്ന വിഷയത്തിന് വിടുതൽ ലഭിച്ചപ്പോൾ അവന്റെ കാഴ്ച മറച്ചു വെച്ച ആ കെട്ട് അഴിഞ്ഞു മാറിയപ്പോൾ നിയോഗം ഹല്ലേലൂയ വന്നു വീണു. ഇന്ന് രാത്രിയിൽ ചില വ്യക്തികളുടെ മേൽ നിയോഗം വന്നു വീഴാൻ പോവുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരുടെ മേൽ നിയോഗം ഉണ്ടാകും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ മേലുള്ള നിയോഗം, വിളി, തിരഞ്ഞെടുപ്പ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞു നീ എഴുന്നേറ്റാൽ ഹല്ലേലൂയ നമ്മുടെ യാത്ര സുഗമമായി തീരുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് പറയുന്ന നിയോഗങ്ങൾ ഏറ്റെടുക്കാത്തത് കൊണ്ട് സ്തോത്രം, കർത്താവ് പറയുന്ന നിയോഗം സ്തോത്രം നമ്മുടെ ബുദ്ധിയിൽ ഇത്തിരി പ്രയാസമായിരിക്കാം കുറച്ച്. ഹല്ലേലൂയ. പക്ഷെ അതിലേക്ക് നാം സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ പ്രയാസം തന്നെയായിരിക്കും. അപ്പൊ നാം മനസ്സിൽ വിചാരിക്കും, ഞാൻ അന്നേ വിചാരിച്ചതാ ഈ വിഷയം പ്രയാസമായി തീരും. അപ്പോൾ നാം മനസ്സിൽ ചിന്തിച്ചതുകൊണ്ട് വന്നതും പ്രയാസം. അപ്പൊ നാം ഓട്ടോമാറ്റിക്കായി പുറകോട്ട് മാറും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് നിയോഗം തരുമ്പോൾ നാം അതിന് നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കാതെ ഈ നിയോഗം പ്രാപിക്കുവാൻ ഞാനൊരു പ്രാപ്തനുമല്ല, എനിക്കൊരു യോഗ്യതയുമില്ലെന്ന് നാം ചിന്തിച്ചാൽ മതി. നാം സ്റ്റെപ്പുകൾ വെക്കും. ഇന്ന് നമ്മുടെ പലവരുടെയും ഇരിപ്പ് കണ്ടാൽ ഹല്ലേലൂയ നാം ജനിച്ചപ്പോഴേ കർത്താവ് ഇങ്ങനെ നമ്മെ ആക്കി തീർത്തു എന്ന അല്ല പ്രിയ ദൈവമക്കളെ. കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടത്.
ഹല്ലേലൂയ, നാം അതിന് യോഗ്യന്മാരല്ലായിരുന്നു. നാം യോഗ്യതയുള്ളവരായിരുന്നെങ്കിൽ നാം ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. യോഗ്യത ഇല്ലാത്തത് കൊണ്ട് ദൈവം നമുക്ക് ആ യോഗ്യത നൽകി തന്നു. സ്തോത്രം. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ദൈവം വിളിച്ചു എന്നും, ഹല്ലേലൂയ, ആ വിളിക്കൊത്തവണ്ണം താൻ എഴുന്നേൽക്കണമെന്നുള്ള ആ നിയോഗം അനന്യാസിലൂടെ പ്രാപിച്ചെടുത്തു. ഇന്നും പ്രാർത്ഥിക്കുന്നവരെ ദൈവം നിയോഗത്തിലൂടെ അയക്കും. ഹല്ലേലൂയ, ശുശ്രൂഷകൾ ഏൽപ്പിക്കും. നിയോഗം പ്രാപിച്ചവരുടെ ശുശ്രൂഷ അനുഗ്രഹമായി തീരും. കാഴ്ചപ്പാടുള്ള ദർശനമുള്ളവന്റെ ശുശ്രൂഷ വലിയ വിടുതലായി തീരും. അനേകർക്ക് അനുഗ്രഹമായി തീരും. ആ ശുശ്രൂഷ ചെയ്യുവാനുള്ള സാമർഥ്യവും പ്രത്യേക കഴിവും കൃപയും ദൈവം പകർന്ന് നൽകും. ഹല്ലേലൂയ. ഇന്ന് വിളിയുണ്ട്, പക്ഷെ ഇത് എങ്ങനെ ചെയ്യുമെന്ന് മോശ ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞു, ഞാൻ തടിച്ച നാവുള്ളവനാ, വിക്കനുള്ളവ, ഞാൻ എങ്ങനെ ചെയ്യും? കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, നിയോഗം പ്രാപിച്ച് മിണ്ടാതെ ഇരിക്കരുത്. നാം എഴുന്നേൽക്കണം, നാം പോകണം, നാം പ്രവർത്തിക്കണം. നമ്മുടെ മേൽ തന്നിരിക്കുന്ന നിയോഗം ചെയ്ത് തീർക്കുവാനുള്ള ആ കഴിവും സാമർഥ്യവും ആ ദൈവ കൃപയും കർത്താവ് നമുക്ക് പകരുവാൻ സർവശക്തനായ ദൈവമാ. ഹല്ലേലൂയ. നിയോഗം ഏറ്റെടുത്തവൻ മാനിക്കപ്പെടും. നിയോഗം ഏറ്റെടുത്തവൻ ശ്രേഷ്ഠനായി തീരും. നിയോഗം ഏറ്റെടുത്തവൻ വിടുവിക്കപ്പെടും. അനേകരുടെ വിടുതലിന് കാരണവുമാകും. ഹല്ലേലൂയ. യോസേഫിനോട് അവന്റെ അപ്പൻ പറഞ്ഞു, നീ ശെഖേമിൽ ചെന്ന് നിന്റെ സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കി വരിക. ഹല്ലേലൂയ. അത് ഒരു സാധാരണമായ ഒരു കാര്യം പറഞ്ഞു. യോസേഫ് അത് ചെയ്തു. സ്തോത്രം. പക്ഷേ പോയി വരിക, അപ്പനോട് പറഞ്ഞു, ഞാൻ പോകാം അപ്പ, എങ്ങനെ ഇരിക്കും നോക്കി വരാം എന്ന് പറഞ്ഞു. യോസേഫിനോട് ആ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വയ്യ എന്നോ എനിക്കിപ്പോൾ സമയമില്ല എന്നോ ഒന്നും പറയാതെ അപ്പൻ പറഞ്ഞ വാക്കിന് സ്റ്റെപ്പ് വെച്ചു. ഹല്ലേലൂയ. ഇവിടെ സഹോദരന്മാരെല്ലാം വെളിയിലായിരുന്നു. യോസേഫ് അപ്പനോട് കൂടെയായിരുന്നു, തന്റെ പിതാവിനോട് കൂടെയായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ അപ്പനായ കർത്താവിനോട് ചേർന്ന് ഇരുന്നാൽ, ആ കൂട്ടായ്മയിൽ ഇരുന്നാൽ നമുക്ക് ചില നിയോഗങ്ങൾ തരും, നമുക്ക് ചില ശുശ്രൂഷകൾ തരും, ചില ദൗത്യങ്ങൾ തരുവാനിടയായി തീരും. പിതാവിനോട് കൂട്ടായ്മ ഉള്ളവന് ഹല്ലേലൂയ വെറുതെ ഇരിക്കുവാൻ കഴിയത്തില്ല. സഹോദരം, പിതാവിനോട് സ്നേഹമുള്ളവൻ പിതാവ് പറഞ്ഞത് അനുസരിച്ചു. യോസേഫിന്റെ ഹല്ലേലൂയ പ്രവൃത്തി അവൻ അത് ചെയ്തെടുത്തു. അത് സാധാരണമായിട്ട് നാം വായിക്കുന്നതാ, കേൾക്കുന്നതാ. പക്ഷേ അപ്പന്റെ ആ നിയോഗം ഏറ്റെടുത്തപ്പോൾ, ആ കൽപ്പന അനുസരിച്ചപ്പോൾ അതിന് യോസേഫ് വളരെ വില കൊടുക്കേണ്ടി വന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, നിയോഗങ്ങൾക്ക് നാം വില കൊടുക്കണം. ഹല്ലേലൂയ. നാം പ്രയാസം അനുഭവിക്കണം. പക്ഷെ ആ പ്രയാസങ്ങളൊന്നും നമ്മുടെ തിന്മയ്ക്കല്ല, നമ്മുടെ കഷ്ടത്തിനല്ല, നമ്മുടെ അനുഗ്രഹത്തിനാ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ ദർശനം ദൈവം നൽകത്തുള്ളൂ. ഹല്ലേലൂയ. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, പ്രിയമുള്ളവരെ, നാം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. ഉറപ്പാക്കിയാൽ നാം കുലുങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവർ ഏത് സാഹചര്യത്തിലൂടെ പോകേണ്ടി വന്നാലും അതെല്ലാം നന്മയായി മാറും. കാരണം അവർ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാ. അവരെ വിളിച്ചത് ലോകത്തിലെ ചില നേതാവല്ല, സംഘടനകളല്ല, ചില മനുഷ്യനല്ല, ഒന്നുമല്ല. വിളിച്ചത് സ്വർഗീയ നിർണയപ്രകാരമാ, സ്വർഗീയ വിളി പ്രകാരമാ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം നന്മയായി മാറും. പ്രിയ ശുശ്രൂഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവന്ന ചില തിന്മകൾ നന്മയായി മാറാൻ പോവുക. ശത്രു ഈ രോഗം കൊണ്ടുവന്ന് നിന്നെ തകർക്കുവാനാണെങ്കിൽ അത് നിന്റെ ജീവിതത്തിന്റെ നല്ലൊരു അധ്യായമായി
പോകാൻ പോകുക. ഹല്ലേലൂയ. യോസേഫ് ആ കൽപ്പന ഏറ്റെടുത്ത് പുറപ്പെട്ടു. ആമേ. അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഹല്ലേലൂയ, ദൂരത്ത് നിന്ന് യോസേഫിനെ കണ്ടപ്പോൾ തന്നെ സഹോദരന്മാർ പിറുവിറുപ്പ് തുടങ്ങി. അതാ വരുന്നു സ്വപ്നക്കാരൻ, അവനാണ് നമ്മുടെ പ്രശ്നം, അവനെ നാം ഒതുക്കണം. അവിടെ തുടങ്ങി അവന്റെ പ്രശ്നം. പിന്നെ പൊട്ടക്കിണറ്റിലേക്ക് വീണു. ആമേ സഹോദര, അപ്പൻ നൽകിയ അങ്കി നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. മിസ്രയർക്ക് ഒരു അടിമയായി വിൽക്കപ്പെട്ടു. പോത്തിഫറിന്റെ ഭവനത്തിൽ പരീക്ഷിക്കപ്പെട്ടു. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. ആമേ സഹോദരം, ഞാൻ നിന്നെ ആമേ സംരക്ഷിക്കോളാം എന്ന് പറഞ്ഞവരാൽ ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷേ സ്വർഗത്താൽ ഹല്ലേലൂയ, സ്വർഗീയ അപ്പനാൽ അവൻ മാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ആജ്ഞാനുസരിച്ച് നിയോഗമേറ്റെടുത്ത് നടന്നവൻ ഏതു വഴിയിൽ പോയാലും ആമേൻ. നിയോഗം ഏറ്റെടുത്ത യോസേഫ് സഹോദരന്മാരാൽ മരിച്ചുവോ? ഇല്ല. രൂബേൻ പറഞ്ഞു, ഇവൻ നമ്മുടെ മാംസത്തോട് മാംസവും രക്തത്തോട് രക്തമാ, ഇവന്റെ ജീവന് നാം വില പറയരുത്, ഇവനെ നാം കൊന്നു കളയരുത്. ഒരു രൂബേനെ അവിടെ ഒരുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. തകർക്കുവാൻ പദ്ധതി ഇടുന്നവരുടെ അകത്തുനിന്ന് തന്നെ രക്ഷകൻ എഴുന്നേറ്റു. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ തകർക്കുവാൻ ശത്രു എത്ര പദ്ധതി ഒരുക്കിയാലും, നിന്റെ ജോലി സ്ഥലത്ത് നിന്നെ തകർക്കുവാൻ ശത്രു പദ്ധതി ഒരുക്കിയാലും, ആ ജോലി സ്ഥലത്ത് നിനക്കൊരു കച്ചിത്തുരുമ്പ് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ ഏതു മേഖലയിൽ വെച്ച് ശത്രു തകർക്കുവാൻ ഒരുക്കിയാലും ആ മേഖലയ്ക്കകത്ത് വെച്ച് ഹല്ലേലൂയ കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കും. നീ ആയിരിക്കുന്ന ഭവനത്തിൽ, ജോലി മേഖലയിൽ, ഹല്ലേലൂയ പഠിക്കുന്ന സ്ഥലങ്ങളിൽ എത്ര ഗ്രൂപ്പ് നിനക്ക് നേരെ എഴുന്നേറ്റാലും അതിനകത്ത് നിനക്ക് സപ്പോർട്ടായി ചില രൂപേനെ കർത്താവ് എഴുന്നേൽപ്പാനിടയാക്കി തീർക്കും. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ സഹോദരന്മാരാൽ നിന്ന് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. വീണ്ടും പൊട്ടക്കിണറ്റിൽ തള്ളി. സ്തോത്രം. അവിടെ കിടന്ന് മരിക്കാതിരിക്കാൻ വീണ്ടും സഹോദരന്മാരിൽ അവൻ പുറത്തു വന്നു മിസ്രയീമ്യർക്ക് വിറ്റു. ഹല്ലേലൂയ. ഇങ്ങനെ ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോഴും അവിടെയൊന്നും ശത്രുവിന് യോസേഫിനെ തൊടുവാൻ കഴിഞ്ഞില്ല. യോസേഫ് അവിടെ നിന്നെല്ലാം പുറത്തു വന്നു. കാരണം യോസേഫ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാ. അവന്റെ ജീവിതത്തിൽ എന്ത് തിന്മ വന്നാലും കർത്താവ് അത് നന്മയാക്കി തീർക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഭവനത്തിൽ നിന്ന് അവൻ തള്ളപ്പെട്ടു. സ്വന്തം അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് സ്തോത്രം സഹോദരന്മാരെ അവൻ തള്ളപ്പെട്ടു. പക്ഷേ സ്വർഗത്തിലെ അപ്പൻ അവൻ നല്ലൊരു പദവി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന യോസേഫ് ഹല്ലേലൂയ ഏറ്റവും നീചമായ വലിയ നീചപ്രവൃത്തി ചെയ്തവരെ കൊണ്ടിടുന്നത് കാരാഗൃഹം. അന്നത്തെ കാരാഗൃഹത്തിന്റെ അവസ്ഥ നോക്കിയാൽ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വരുന്നത് തലവെട്ടാനാ, ഹല്ലേലൂയ മരണത്തിലേക്കാ. എന്നാൽ യോസേഫ് എഴുന്നേറ്റ് വന്നത് ആ കാരാഗൃഹം പണിത് വെച്ച മിസ്രൈം എന്ന ദേശത്തിലെ മന്ത്രി എന്ന ഹല്ലേലൂയ സ്ഥാനത്തിലേക്കാ. ഹല്ലേലൂയ. എവിടെ നിന്നെ ശത്രു ഒതുക്കുവാൻ നോക്കിയോ അവിടെ നീ ഭരിക്കാൻ പോകുക, അവിടെ നീ സ്ഥാനാപതിയാകാൻ പോകുക. ഹല്ലേലൂയ. നീ നിർണയപ്രകാരം വിളിക്കപ്പെട്ടത് കൊണ്ട് നിന്റെ ജീവിതത്തിലെ എല്ലാ താഴ്ചകളെയും കർത്താവ് ഉയർച്ചയാക്കി മാറ്റാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ചിലത് സഹിക്കേണ്ടി വരും. ചിലത് ഏൽക്കേണ്ടി വരും. ചില ദുഷികൾ കേൾക്കേണ്ടി വരും. പക്ഷേ നാം അതിനപ്പുറത്ത് വെച്ചിരിക്കുന്ന വലിയ നന്മ കണ്ട് എഴുന്നേറ്റ് ഓടുന്നുവെങ്കിൽ പൗലോസ് എവിടെയും ഹല്ലേലൂയ നിന്നില്ല. പൗലോസ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓടിയത് കൊണ്ട് ആ ഓട്ടം പൂർത്തീകരിക്കുവാൻ അപ്പോസ്തലന് കഴിഞ്ഞു. സ്തോത്രം. യോസേഫിനെ പിടിച്ചൊതുക്കുവാൻ പലവരും പദ്ധതി ഒരുക്കി. പക്ഷെ അവിടെ ഒന്നും യോസേഫ് നിന്നില്ല. യോസേഫ് ഓടുവാനിടയായി തീർന്നു. പാപം വന്ന് സ്തോത്രം പിടിച്ചു വെക്കുവാൻ നോക്കിയപ്പോഴും അതിനെ കുടഞ്ഞ് കളഞ്ഞ് എഴുന്നേറ്റോടി. പൗലോസിന് സ്വന്തം വസ്ത്രം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ ചില സ്ഥാനത്ത് കൊണ്ടിരുത്തുന്ന ഒരു ദൈവ പദ്ധതിയുണ്ട്. കാരണം നീ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ,
നമ്മുടെ മേലുള്ള വിളി തിരിച്ചറിയണം. ആ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയണം. അതിനനുസരിച്ച് നാം എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അങ്ങനെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം. പ്രാർത്ഥിക്കുന്നവൻ ലഭിക്കുന്ന 5 വിധ ഗുണങ്ങൾ, ദൈവത്താൽ ലഭിക്കുന്ന ഗുണങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഹല്ലേലൂയ. ഒന്നാമത്തത്, പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കിലേക്ക് ദൈവം ചിലരെ അയക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ ദർശനങ്ങൾ കാണും. പ്രാർത്ഥിക്കുന്നവന് അരുളപ്പാടുകൾ ലഭിക്കും. പ്രാർത്ഥിക്കുന്നവന് ദൈവിക വിടുതൽ ലഭിക്കും. പ്രാർത്ഥിക്കുന്നവന് നിയോഗം ഉണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥന ഒന്നും വ്യർത്ഥമല്ല. നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും വൃഥാവല്ല. ലഭിച്ച ദർശനങ്ങളെല്ലാം നിങ്ങളെ ശ്രേഷ്ഠമായ അനുഭവത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മടുപ്പ് കാണിക്കുന്നുവെങ്കിൽ, നിരാശ കാണിക്കുന്നുവെങ്കിൽ, കർത്താവ് പറയുക, മടങ്ങി വരണം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ പദ്ധതിയുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മോട് ചിലത് സംസാരിക്കുവാനുണ്ട്. അതൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ലഭിച്ച ദർശനത്തോടനുസരിച്ച് പ്രാർത്ഥിച്ച പൗലോസ് അപ്പോസ്തലൻ ഇന്നും ജീവിക്കുകയാ. പലരുടെയും പ്രസംഗത്തിലൂടെ, പലവരുടെയും ശുശ്രൂഷയിലൂടെ പൗലോസ് അപ്പോസ്തലൻ ഇന്നും ജീവിക്കുകയാ. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിന്റെ തുടക്കമാക്കി പൗലോസ് അപ്പോസ്തലനെ ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് ചില പ്രാർത്ഥനാ വീരന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുക, നിയോഗം നൽകി എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ എവിടെയും കുരുങ്ങി പോകത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ എവിടെയും ഒതുങ്ങത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ പുറത്തു വരും. പ്രാർത്ഥിക്കുന്നവൻ നന്മ പ്രാപിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ കൃപയുള്ള ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. നാം ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ പോകുക. ഹല്ലേലൂയ. ഓ ശബന റിബൽ പ്രൗഢമനഘടകസി അർധുന രഗലഘടക ശംതുന റബലസിക്കലബ. ഇന്ന് ചില പ്രാർത്ഥനാ നിയോഗങ്ങൾ ചില ദൈവമക്കളുടെ മേൽ കർത്താവ് നൽകി തരിക. യെസ്, പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. മടുത്ത് പ്രാർത്ഥിച്ച് എന്റെ വിഷയങ്ങൾക്ക് ഒരു വിടുതലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മടുത്ത് ചെവരുടെ മേൽ കർത്താവ് ചില നിയോഗങ്ങൾ നൽകാൻ പോവുക. നിന്റെ പ്രാർത്ഥന ചിലരുടെ അനുഗ്രഹമായി മാറാൻ പോവുക. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. റബലഘടക ഷൈഡാ മനസ്സിക്കലബ. പരിശുദ്ധ പിതാവേ, എന്നെ കേൾക്കുന്ന ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് അവരെ പ്രാർത്ഥിക്കുവാൻ ഉത്സാഹിപ്പിക്കണം. ആമേൻ. വിടുതൽ ലഭിക്കാതെ വന്നപ്പോൾ ചില വ്യക്തികൾ, ചില സഹോദരങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു കർത്താവേ, പ്രാർത്ഥന മാറ്റിവെച്ച് കർത്താവേ. എന്നാൽ കർത്താവേ, അതങ്ങ് കണക്കിടാതെ അവിടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി അങ്ങ് അവരെ എഴുന്നേൽപ്പിക്കണം. പവർ, ഒരു ദൈവിക സാന്നിധ്യം തന്റെ ഭക്തന്മാരുടെ മേൽ വെളിപ്പെടുകയാ. പ്രാർത്ഥിക്കുന്നവൻ എഴുന്നേൽക്കാൻ പോവുക. പ്രാർത്ഥിക്കുന്നവൻ നിയോഗം പ്രാപിക്കാൻ പോവുക. കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനാന്തരീക്ഷം കളഞ്ഞു വെച്ചിരിക്കുന്ന കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. ആ കുടുംബത്തിന്റെ അകത്തളത്തിലേക്ക് പ്രാർത്ഥനാന്തരീക്ഷം മടങ്ങി വരാൻ പോവുക. വചനം കേട്ട എല്ലാവരെയും അങ്ങേ അനുഗ്രഹിക്കണം. കർത്താവ് പറയുന്നു, പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില ദൈവിക വിടുതലുകൾ ഈ നാളുകളിൽ വെളിപ്പെടാൻ പോവുക. മനസ്സിക്കലബ. പ്രിയ ദൈവദാസനെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയുടെ രോഗത്തെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കും. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന വിഷയത്തിന് വിടുതലുണ്ട്. വിട്ടുകളയല്ലേ, വിടുതലുണ്ടെന്ന് പരിശുദ്ധാത്മ ശക്തമായി ഇടപെടുകയാ. ആമേൻ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് വിടുതലുണ്ടെന്ന് പരിശുദ്ധാത്മ ശക്തമായി പറയുക. ഹല്ലേലൂയ. സ്തോത്രം. ചോദ്യചിഹ്നമായി നിൽക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി കർത്താവ് നൽകാൻ പോവുക. വചനം കേട്ട് എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. കടന്നു വന്ന ദൈവമക്കളെ ശക്തമായി അങ്ങ് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കർത്താവ് അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശബനസി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. സ്തോത്രം.
എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നവന് ദൈവത്താൽ ലഭിക്കുന്ന ചില ഗുണങ്ങൾ പറയുവാൻ പരിശുദ്ധാത്മാവ് ഒരവസരം നൽകി. ഇത് കേട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വിടുതലായി തീരും. ഒരു ആത്മീക അഭിവൃദ്ധിയായി ദൈവം മാറ്റും. അതുകൊണ്ട് ആരും പ്രാർത്ഥിക്കാതെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായി ഇരിക്കണം. പ്രാർത്ഥിക്കാതെ ഇരിക്കരുത്. വിഷയങ്ങൾ കടന്നു വരാം, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാം. എന്നാൽ അതിനെ ഓവർകം ചെയ്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നാം പുറത്തു വരിക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ നമ്മൾ ഈ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന മഹാവ്യാധിയെ കുറിച്ച് ഒരു നിമിഷം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. സ്വതന്ത്ര പരിശുദ്ധ പിതാവേ, ഈ മഹാവ്യാധിയിൽ നിന്ന് ഈ ലോകത്തെ വിടുവിക്കണമേ, ജനത്തെ വിടുവിക്കണമേ. രോഗം സ്ഥിരീകരിച്ചവരങ്ങ് പുറത്തു കൊണ്ടുവരണം. സ്വതന്ത്ര റിസൾട്ടിന് വേണ്ടി കൊടുത്തിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനം കഷ്ടം അനുഭവിക്കുന്ന കർത്താവേ, ഇതുമൂലം വളരെയധികം ഭാരപ്പെടുന്ന ഈ നിമിഷം കർത്താവ് വളരെ വിടുതലയക്കണം, വിടുവിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വതന്ത്ര പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ വിളിക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.